കർത്താവിലേക്ക് നോക്കി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടെ നിന്നുള്ള സാന്നിധ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കേൾക്കുവാനുള്ള ദാഹത്തെക്കാട്ടിലും അവിടത്തേക്ക് ഞങ്ങളോട് സംസാരിക്കാനുള്ള ആഗ്രഹവും വാഞ്ചയും അധികമായിരിക്കുന്നവരെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത്ര സ്നേഹനദിയായ ഒരു പിതാവ്, ഇത്ര സ്നേഹനദിയായ ആത്മമണവാനും ഞങ്ങളെ ശക്തീകരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് കർത്താവിനാണ്. ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ശബ്ദം കർത്താവേ ആ കാഹളത്തിന് പോലും വ്യക്തമായിട്ട് കേൾക്കാൻ തക്കവണ്ണം ഞങ്ങൾ ചെവികളെ തുറന്നാട്ടെ. ഇമ്പമായുള്ള അവിടുത്തെ അൻപുള്ള സ്വരം മുമ്പിൽ നടന്ന് കേൾപ്പിക്കണം. തീർച്ചയായും തുറന്നില്ലെങ്കിൽ ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ പുതുനാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിലുള്ള സുരക്ഷിതത്വ ബോധം, സുരക്ഷിതത്വ ബോധം അല്ലെങ്കിൽ ഭദ്രത എന്നൊക്കെ പറയാല്ലേ. അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. യേശുവിലുള്ള ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് അക്സെപ്റ്റൻസ്, സെൻസ് ഓഫ് സെക്യൂരിറ്റി, ആ ഒരു സുരക്ഷിതത്വ ബോധം, സെൻസ് ഓഫ് അക്സെപ്റ്റൻസ്, കർത്താവ് നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു അടിസ്ഥാനമാണ്. കർത്താവിന്റെ സ്നേഹത്തിൽ വീഴുക എന്ന് പറയുമ്പോൾ നമ്മള് കർത്താവിന്റെ വചനം അനുസരിക്കാനായിട്ട് നമ്മള് മനസ്സ് വെക്കുന്നു. പല വീഴ്ചകളും പരാജയങ്ങളും പല കുറവുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിശാചൊരു നിരാശയുടെ പിയമ്പുമായിട്ട് പിശാച് വന്ന് നമ്മളെ തകർക്കാനോ നിരാശപ്പെടുത്താനോ നമ്മളെ ഒന്ന് ക്ഷീണിപ്പിക്കാനോ ഒക്കെ അവൻ പെടാപ്പാടുപെടും. എന്നാൽ വിശ്വാസം എന്ന പരിചയം കൊണ്ട് അവർ തീമ്പുകളെയൊക്കെ തകർത്ത്, എഫേസ്യർ 6 നമ്മൾ ആ വിശ്വാസം എന്ന പരിചയം എന്നൊക്കെ എഫേസ്യർ 6:17 നമ്മൾ വായിക്കുന്നുണ്ട്. ആ തീമ്പുകളൊക്കെ തകർത്ത് കർത്താവിനുള്ള സുരക്ഷിതത്വ ബോധം, ഞാൻ എൻ്റെ കർത്താവിനുള്ളതാണ്, കർത്താവ് എനിക്കുള്ളതാണ്. ആ സുരക്ഷിതത്വ ബോധം എന്ന് പറയുമ്പോൾ അമ്മയുടെ മാർവിൽ ചേർന്ന് കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിന്റെ ഭദ്രത, അതിനെക്കാട്ടിൽ ഭദ്രത നമ്മൾ എവിടെ കാണുന്നത് അല്ലേ? നമ്മളെ സങ്കീർത്തനത്തില് ആ ഭദ്രതയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ സങ്കീർത്തനം ഏതാന്ന് ചോദിച്ചാൽ അത് 100 സങ്കീർത്തനമാണ്? 117 സങ്കീർത്തനം ഏറ്റവും ചെറിയ സങ്കീർത്തനം. ഏറ്റവും വലിയ സങ്കീർത്തനം 119. അപ്പം അതിന് രണ്ടിനും മിഡിലുള്ള സങ്കീർത്തനം ഏതാ? 118-ന്റെ 7-8 സെൻട്രൽ വേഴ്സസ് ഓഫ് ദ ബൈബിൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 117 കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെറിയ വേറൊരു സങ്കീർത്തനമുണ്ട്, അതാണ് 131, Psalm 131. അപ്പൊ ആ ചെറിയ സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പം വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് സാംസ്, ദ ഷോർട്ടസ്റ്റ് സാമായിട്ട് നമ്മൾ 117 പറയുന്നേ. 117 സങ്കീർത്തനത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 3 വാക്യേ ഉള്ളൂ ആകപ്പാടെ. 2 വാക്യേ ഉള്ളൂ, സോറി. 117 സങ്കീർത്തനം 2 വാക്യേ ഉള്ളൂ. 131 അത് എത്ര ആകപ്പാടെ? 3 വാക്യേ ഉള്ളൂ. അപ്പൊ ദ ഷോർട്ടസ്റ്റ് സാം 117. എന്നാ അത് കഴിഞ്ഞിട്ട് വളരെ ചെറിയൊരു സങ്കീർത്തനമാണ് നമ്മളിവിടെ 131 സങ്കീർത്തനം. 133 സങ്കീർത്തനവും 134 സങ്കീർത്തനവും എല്ലാം ഇതുപോലെ 3 വാക്യങ്ങളേ ഉള്ളൂ. അപ്പം 131 സങ്കീർത്തനം അതൊരു വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് സാംസ്. എന്നാൽ വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് സാംസ് ആണ്, എന്നാൽ വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് സാംസ് ആണെന്നും കൂടെ പറയാം. ആഴത്തിലുള്ള ഒരു സ്വസ്ഥത, ഒരു ഭദ്രത, ഒരു സുരക്ഷിതത്വ ബോധം. കർത്താവ് എന്നെ അംഗീകരിച്ചിരിക്കുന്നു, കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ബോധ്യം, ആ ഒരു സെൻസ് ആൻഡ് കൺവിക്ഷൻ. അത് നമ്മൾ 131 സങ്കീർത്തനത്തിന്റെ, അത് ആരുടെ സങ്കീർത്തനമാണ്? സങ്കീർത്തനങ്ങൾ ഒട്ടേറെ, ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതി വരാൻ ദാവീദ്. അപ്പൊ ദാവീദിന്റെ സങ്കീർത്തനം തന്നെ ഇത്. ദാവീദ് പറയുവാണ്, യഹോവേ അല്ലെങ്കിൽ കർത്താവേ, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, മൈ ഹാർട്ട് ഇസ് നോട്ട് പ്രൗഡ്. അതായത് ഒരു കൊച്ചു കുഞ്ഞ് പറയുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിന്റെ തൊട്ട് 2ാമത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, മുലകൂടി മാറിയ ഒരു ശിശു അമ്മയുടെ മാർവില് സ്വസ്ഥതയോടെ മിണ്ടാതെ, പ്രാണനെ മിണ്ടാതെ, താലോലിച്ച് മിണ്ടാതെ ആക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രംഗമാണ്. അപ്പൊ ഒരു കൊച്ചു കുഞ്ഞ് ഒരു തൊട്ടിലില് ഉറങ്ങിയാടുന്ന ഒരു കൊച്ചു കുഞ്ഞ്. നമ്മള് ഇത് എന്താ നമ്മൾ പറഞ്ഞു വരുന്നേ? കർത്താവ് പറഞ്ഞ നിങ്ങൾ ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെന്താണ് മത്തായി 18-ന്റെ 3-4 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു.
മൂന്നാമത്തെ വാക്യത്തിൽ അത് പറയുന്നത്. പിന്നെ ശിശുവിനെ പോലെ ഹമ്പിൾ ചെയ്തിലേക്ക് താഴ്ത്തിയില്ലെങ്കിൽ പ്രവേശിക്കുന്ന അവിടെ പറയുന്നത് ശിശുവാണ് ഏറ്റവും വലിയത്. ഇതേപോലുള്ള ശിശുവാണ് ഏറ്റവും വലിയതെന്ന് മത്തായി 18:3-4. നമ്മള് യഥാർത്ഥത്തില് ക്രിസ്തീയ ജീവിതത്തില് യഥാർത്ഥത്തിൽ നമ്മൾ വളരുമ്പോൾ നമുക്ക് ഈ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് അക്സെപ്റ്റൻസ് അത് വർദ്ധിച്ചു വരും. അത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ശൈശവ ദശയിൽ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു പാഠമാണ്. എന്നാൽ നമ്മൾ കർത്താവിൽ വളരുമ്പോൾ കർത്താവിൽ നമ്മൾ കൂടുതൽ നമ്മൾ കർത്താവിന്റെ ഹൃദയത്തെ കർത്താവിന്റെ വഴികളെ കൂടുതൽ അറിയുമ്പോൾ ആ സുരക്ഷിതത്വ ബോധത്തില് ആ ഒരു കർത്താവ് എന്നെ അംഗീകരിച്ചിരിക്കുന്നു. ലോകം ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും, അംഗീകരിക്കാതിരിക്കുമായിരിക്കും. ഇന്ന് ഹൊസന പടിയ ലോകം നാളെ ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിക്കുമായിരിക്കും. അപ്പൊ അതില് വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ ആ ഒരു ലോകത്തിന്റെ അംഗീകാരം, ലോകനാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേര് നിക്കെന്തിനായി നമ്മൾ പാടുന്ന പോലെ സിയോൻ സഞ്ചാരി ഞാൻ ഞാൻ പോകുന്നു ക്രൂസിന്റെ പാതയിൽ. അപ്പം ഈ ലോകം തരുന്ന അംഗീകാരവും കാര്യങ്ങളൊക്കെ അത് ഇന്നോ കാണും, നാളെ കാണത്തില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. പക്ഷെ കർത്താവിന്റെ സന്നിധിയിലുള്ള ആ ഒരു സ്വസ്ഥത, ആ ഒരു സുരക്ഷിതത്വ ബോധം, ഒരു കുഞ്ഞിന് എപ്പോഴാണ് ഏറ്റവും സുരക്ഷിതത്വ ബോധം കിട്ടുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം. ജോഹാനോട് പ്രാർത്ഥന ചോദിച്ചാൽ എപ്പോഴും വെൻ ആർ യു മോസ്റ്റ് സെക്യൂർ? വിത്ത് യുവർ പേരൻസ്. അമ്മയുടെ കൂടെ അപ്പയുടെ കൂടെ ആയിരിക്കുമ്പോഴാണ് ഏറ്റവും ഒരു സെക്യൂർ ഫീലിംഗ്. ഒന്നും കുഴപ്പമില്ല. ബാക്കി സ്കൂൾ ബസ്സിലോ ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കുമ്പോഴൊക്കെ ശരിയ ടീച്ചർമാരുണ്ട്, ആയയുണ്ട്, ബാക്കി പലരും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അപ്പനും അമ്മയും അതുപോലെ അടുത്ത് ചേർന്ന് നിർത്താനുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഏറ്റവും വലിയൊരു സുരക്ഷിതത്വ ബോധമായിരിക്കും. അത് പലപ്പോഴും അനാഥ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു. ഓർഫൻ സിൻഡ്രോം ഒക്കെ നമ്മൾ സാൻഡ്ബേർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അനാഥ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അനാഥാലയങ്ങളിൽ നല്ല പല അനാഥാലയങ്ങളും കാണും. പക്ഷെ എങ്കിലും പല അനാഥാലയങ്ങളിലൊക്കെ ഈ അനാഥാലയങ്ങളിലൊക്കെ വളർന്ന് ചിലര് കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ അതുപോലെ ഒരു സഹോദരൻ, പുള്ളി വിശ്വാസത്തില്ല. പക്ഷെ പുള്ളിയെ റെയിൽവേ സ്റ്റേഷനില് ബിന്നിന്ന് മറ്റോ ആ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് കിട്ടി. അങ്ങനെ പിന്നെ ഏതോ അനാഥാലയങ്ങളിലൊക്കെ അവിടെയൊക്കെ വല്ലാത്ത കഷ്ടപ്പാടുകളിലൂടെയൊക്കെ വളരുകയും അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ പോയി. പിന്നെ പുള്ളി ഒരു വൃദ്ധ ദമ്പതിമാര് സുവിശേഷം പറയും രക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്ത് പുള്ളി ഒരിക്കൽ കുറച്ച് മേ ബി ഫ്യൂ ഇയേഴ്സ് മുമ്പ് വിശ്വാസത്തിൽ സന്തോഷമായിട്ടായിരിക്കും. പക്ഷെ ആ ഒരു അങ്ങനെയൊക്കെയുള്ള ഹൃദയത്തിലുള്ള പല മുറിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ വീടിന്റെ ഭദ്രത, വീടിന്റെ സെക്യൂരിറ്റി പലപ്പോഴും അറിയത്തില്ല. ഈ വീട്ടിൽ ഇങ്ങനെയാണോ, ഞാൻ വീട് ഇട്ട് ഇറങ്ങി പോകാന്ന് വലിയ വയലിൽ ചില ടീനേജേഴ്സ് ഒക്കെ കാണുമ്പോൾ നല്ല അടി കൊടുത്ത് അവിടെ ഇരുത്തണം. നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അടി കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതുകൊണ്ട് അവരങ്ങനെ വയലിൽ വാ തുറക്കുന്നത്. എന്നാൽ അവർക്ക് ആ വീടിന്റെ സ്വസ്ഥതയും ഭദ്രതയും അറിയാത്തതുകൊണ്ടാണ് വീടിന് വെളിയിൽ ഇന്ന് ആ ഒരു കഴുകന്റെ കണ്ണുകളോടെ അവരെ നോക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന എത്രയോ കരാളഹസ്തങ്ങളും അതുപോലെ പൈശാചിക ദൃഷ്ടികളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തെ നമ്മൾ ജീവിക്കുന്നതെന്ന് അത് കർത്താവോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. ഞാൻ വാക്കുചരിത്രത്തിൽ പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാൻ 14:18 വാക്യം എഴുതി വെക്കാം. യോഹന്നാൻ 14:18 നമ്മൾ സങ്കീർത്തനം 131 അവളെ യോഹന്നാൻ 14:18 കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് ശിഷ്യന്മാരെ വിട്ട് ക്രൂസിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല, ഞങ്ങളെ വീണ്ടും വന്ന് ചേർത്തുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ഒരു അനാഥത്വ ഫീലിംഗ്, ഓർഫൺ സിൻഡ്രോം, ആ ഒരു എന്നെ അത്ര കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അത്ര ഒരു സ്മാർട്ട്നെസ് ഒന്നുമില്ല, ബാക്കി എല്ലാവരുടെ കൂട്ടുകാരുടെ കൂട്ടി എനിക്ക് അത്ര വലിയ ടാലൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, എനിക്ക് അത്ര കളറില്ല, അല്ലെങ്കിൽ എന്റെ മുടി ചുരുണ്ടിരിക്കുന്നോ നീണ്ടിരിക്കുന്നോ, നീളം കുറവാണെന്നോ കൂടുതലാണെന്നോ, അല്ലെങ്കിൽ വണ്ണം കൂടുതലാണെന്നോ കുറവാണെന്നോ, അല്ലെങ്കിൽ നമ്മളുടെ ചില സ്വഭാവ രീതികൾ നമുക്ക് എല്ലാവരോടും ഇടിച്ചൊന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു അന്തർമുഖനായ ഒരു സ്വഭാവമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള അപകർഷതാബോധങ്ങളും നമ്മൾ ചിലപ്പം ഒരുപക്ഷെ മറ്റു ചിലരിലേക്കാട്ട് അത്രയൊന്നും നമുക്ക് കാണത്തില്ലായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾക്ക് ഉള്ളിലുള്ള ഒരു
എന്തോ ഇപ്പൊ ഈ നമ്മള് മനുഷ്യമാനം തേടുന്നതിന്റെ കാരണം എന്താ? നമ്മൾ അവരെന്നെ കുറിച്ച് നല്ലത് പറയണം, ഇവരെന്നെ കുറിച്ച് നല്ലത് പറയണം. അപ്പം മറ്റുള്ളവരെ മതിപ്പുളവാക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, ചിലപ്പോൾ നമ്മുടെ സഭയിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ലോകത്തായിരിക്കും, ജോലി സ്ഥലത്തായിരിക്കും, നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിലുള്ള ഒരു ജീവിതം. അതിന്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു, കർത്താവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് അത്ര ഒരു ബോധ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടതുപോലെ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അയ്യോ അവരെന്നെ അംഗീകരിക്കുവോ ഇവരെന്നെ അംഗീകരിക്കുവോ, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മള് പല കാര്യങ്ങളും ഒക്കെ പെടാപ്പാട് വരുന്നുണ്ട്. അപ്പൊ 134 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, യഹോവേ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. ഒരു കുഞ്ഞു പറയുക, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങള്, ശരി നമുക്ക് മനസ്സിലാക്കാൻ ഒക്കാത്ത വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ദൈവം ഇങ്ങനെ അനുവദിച്ചത്? നമ്മുടെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങൾ ദൈവം എന്താ ഇങ്ങനെ അനുവദിച്ചത്, അങ്ങനെ അനുവദിച്ചത്? അവർക്ക് എന്താ ഈ ഒരു രോഗം വന്നേ, അല്ലെങ്കിൽ ഇവർക്ക് എന്താ ഈ ഒരു കഷ്ടത വന്നേ, ഇവർക്ക് എന്താ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കൊച്ചിന് ഇതുപോലെ വലിയൊരു രോഗമൊക്കെ വന്ന് അതിന് കുഞ്ഞ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഈ ഒരു അപകടം വന്ന് അയ്യോ അതെങ്ങനെയാ നമുക്ക് ശരിയാ, എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിക്കുന്നേ? ഓ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റത്തില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മളങ്ങ് പറഞ്ഞു കളയില്ലേ. പക്ഷേ നമുക്കറിയത്തില്ല, അത് ശരിയാ, ദൈവം എല്ലാ നന്മക്കാരും കൂടി വ്യാപരിപ്പിക്കുന്നു. ഈ ലോകം അസുരക്ഷിതത്വം നിറഞ്ഞതായതുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പം പിശാചിനെ ദൈവം അനുവദിച്ചിരിക്കുകയാണ് ഒരു കാലത്തേക്ക്. അപ്പം കഴിഞ്ഞ ദിവസം ഫാമിലി പ്രയർ, ഇന്നലെ ഫാമിലി പ്രയറിന്റെ അച്ഛൻ ചോദിച്ചു, അപ്പൊ ഇങ്ങനെ പിശാചിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പിശാചിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നില്ല, പിശാചിനെ ദൈവം അനുവദിച്ചിരിക്കുന്നത്, പിശാചിന് കുറച്ചൊരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതെന്ന്. ദൈവത്തിനാണ് ഓവറോൾ കൺട്രോൾ, എല്ലാം ഉള്ളത് കൺട്രോൾ. എന്നാ കുറച്ചൊരു ഇപ്പൊ ഒരു പശുവിനെ കെട്ടിയിട്ടേക്ക് ഒരു കയറുകൊണ്ട്, ആ കയറിന്റെ അത്രയും വൃത്തത്തിൽ അവന് ആ പശുവിനെ മേഞ്ഞു നടക്കാം, എന്നാൽ കയറിന് അപ്പുറത്തേക്ക് പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു പിശാച് കെട്ടപ്പെട്ടവന് അവന് ഒരു ഇട്ടാവട്ടത്തെ കുറച്ച് ഭൂമിയിൽ കുറച്ച് അവന്റെ അതീന്ദ്ര ശക്തിയൊക്കെ ഉപയോഗിക്കാനൊക്കെ ഒരു ചെറിയ അനുവാദം ദൈവത്തിൻ്റെതായ ഒരു പർപ്പസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മള് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് തിരിയാനായിട്ട് ദൈവം പിശാചിന്റെ പദ്ധതികളൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ അപ്പം എന്നുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം ഞങ്ങൾ ഇന്നലെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ഈ ലോകത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്ത് ദൈവം എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും അനുവദിക്കുന്നത്, എന്തുകൊണ്ടാ അങ്ങനെ നടന്നത്, എന്തുകൊണ്ടാ ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, എന്തുകൊണ്ടാണ് പുടിൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, എന്തുകൊണ്ട് നെതന്യാഹു ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് ഖമനേനിയോ ഇസ്രായേൽ ഏതായാലും മക്കളൊക്കെ ചിലപ്പോൾ കിങ് യുങ് യാങ് എന്നൊക്കെ പറഞ്ഞു നോർത്ത് കൊറിയയിൽ ചൈനയുടെ ആളുടെ പേര് ഇതിനെ കാണാൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെയുള്ള പേരുകളൊക്കെ അവരെന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനം എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ അനുവദിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ നമുക്ക് നമുക്ക് എല്ലാത്തിനും ഉത്തരവില്ല. ദൈവം ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അനുവദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതമല്ല ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പലതും. ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ സഭയില് ദൈവമക്കളിലാണ് അത് ഒരുപാട്. പക്ഷെ ദൈവത്തിന്റെ ഒരു ഓവർ ആർച്ചിങ് സോവറൻറ്റിയില് വലിയൊരു പരമാധികാരത്തില് ദൈവത്തിന്റെ ഹിതം ഓവറോൾ അത് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വരുവാനായിട്ട് ദൈവം കാര്യങ്ങളെ കർത്താവ് അറേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ശരി തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളാണ്. അതായത് ദൈവത്തെ ആര് സൃഷ്ടിച്ചു, ഇതിൽ ആ ഒരു ചോദ്യം തന്നെ വളരെ അബ്സേർഡ് ആണ്, അല്ലെങ്കിൽ അതൊരു ഫുളിഷ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ദൈവത്തെ സൃഷ്ടിക്കപ്പെടാത്തവനായ ആരുണ്ടോ അവനാണ്, അവിടെ നിന്നാണ് ദൈവം ഒന്ന് വിളിക്കാൻ യോഗ്യമുള്ളത്. ഒരു വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ സൃഷ്ടിക്കപ്പെടാതെ സൃഷ്ടിച്ചവൻ എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആ ദൈവത്തെ ആരെ സൃഷ്ടിച്ചെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ദൈവം എന്നുള്ള വാക്ക് തന്നെ, ഗോഡ് എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പൊ ഈ എത്തിയിസ്റ്റുകൾ അഗ്നോയിസ്റ്റുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവത്തെ ആരാ സൃഷ്ടിച്ചത്, നിങ്ങൾ ദൈവം എല്ലാം സൃഷ്ടിച്ചെന്ന് പറയുന്നു, ഞങ്ങൾ കുരങ്ങിന്ന് അതെല്ലാം വന്നെന്ന് അവര് പറയുന്നു, ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്താ ആ ചോദ്യം വളരെ ബാലിശമായ ഒരു ചോദ്യമാണ്. അപ്പൊ എന്താ നമ്മൾ അവരോട് ഉത്തരം പറയണ്ടേ? എന്താ അവരോട് ഉത്തരം പറയുന്നത്? ദൈവത്തെ ആരാ സൃഷ്ടിച്ച്? ദൈവം എന്നുള്ള വാക്ക് തന്നെ, ഗോഡ് ഈസ് വൺ ഹു ഇസ് നോട്ട് ക്രിയേറ്റഡ്, ഹു ഇസ് ദ ക്രിയേറ്റർ. ദൈവം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ ആരെങ്കിലും ഒക്കെ സൃഷ്ടിച്ച ആൾക്കാരെ അല്ല നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ആ സ്രഷ്ടാവ്, ആ ദൈവം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവാണ്. ആ സ്രഷ്ടാവിന് ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹി ഈസ് നോട്ട് ക്രിയേറ്റഡ് അറ്റ് ഓൾ, ഹി ഈസ് ദ ക്രിയേറ്റർ.
അപ്പൊ ദൈവം എന്നുള്ള വാക്കിന് അർത്ഥം അറിയാത്തതുകൊണ്ടാണ് ദൈവത്തെ സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം തന്നെ ഉടലെടുക്കുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതൊരു തർക്കിക്കുന്ന രീതിയിൽ പറയാനല്ല, സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം. തർക്കിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അവർ വീണ്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ യുനോ യുനോ ജഡത്തെ ഫ്ലഷ് ബിഗറ്റ്സ് ഫ്ലഷ് എന്ന് നമ്മൾ യോഹന്നാൻ 3:3 ജഡത്തെ ഉരുവാക്കുന്നു എന്നാണോ ഇങ്ങനെ യോഹന്നാൻ, ഞാനിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് യോഹന്നാൻ 3 6 വാക്യത്തിൽ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനെ ജനിച്ചത് ആത്മാവാകുന്നു. ചില ജഡത്തിൽ ജനിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പല അർത്ഥങ്ങളുണ്ട് അതിന്. അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡത്തിൽ നിന്ന് ഒരാളോട് പ്രതികരിക്കുമ്പോൾ അവർക്കും ആ ജഡത്തിൽ നിന്ന് പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ തർക്കിച്ചും വാദിച്ചും ഒക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ ക്രിസ്തീയ ഡിബേറ്റുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഇതിൽ പലപ്പോഴും അത് ക്രിസ്തീയമായിട്ടുള്ള ഒരു താഴ്മയോ ഒരു സൗമ്യതയോ ഒന്നും ഇല്ലാതെ ഉള്ള ഒരു വാദവും തർക്കവും ഒക്കെ നടക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പം അത് യഥാർത്ഥത്തിൽ ക്രിസ്തീയമല്ല. അപ്പൊ ആ ജഡത്താൽ ജനിച്ചത് ഒരാള് ജഡത്തിൽ നിന്ന് അവരുടെ ജ്ഞാനം അത് പറയാൻ നോക്കുന്നു, മറ്റേ ആളെ ജ്ഞാനം പറയാൻ നോക്കുന്നു, അത് ഇടിയാവത്തേ ഉള്ളൂ. അത് ആർഗ്യുമെന്റേറ്റീവ്. എന്നാൽ ദൈവത്തിന്റെ ദാസൻ കലഹിക്കുന്നവനല്ല എന്നൊക്കെ 2 തിമോത്തിയോസ് ഉള്ള ആ വാക്യം ഞാൻ പെട്ടെന്ന് എടുക്കണം. 130 സങ്കീർത്തനത്തിൽ ഇവിടെ വിരൽ വെച്ചുകൊണ്ട് നമ്മളൊരു പാരന്തസ് ആയിട്ട് പെട്ടെന്ന് ആ വാക്യം നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ അവസാനം എന്താ പറയുന്നത്? ദ ലോർഡ്സ് ബോൺ സെർവന്റ് മസ്റ്റ് നോട്ട് ബി ക്വാറൽസം. 24-ാമത്തെ വാക്യം 2 തിമോത്തിയോസ് 2:24. കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്ന് പിശാചിനാൽ പിടിക്കപ്പെട്ട് കുടുങ്ങിയവരാകയാൽ നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവര് സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകും. ഇപ്പൊ നമ്മളോട് പലരും പല ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് സൗമ്യതയോടെ അതാ പറയുന്നത്, വിത്ത് ജെന്റിൽനെസ് കറക്റ്റിംഗ് ദോസ് ഹു ആർ ഇൻ ഓപ്പോസിഷൻ, patient when wrong, able to teach, kind to all, must not be quarrelsome. In case they may come to their senses and escape the snare of the devil, having been held captive by him to do his will. അതാണ് നമ്മൾ 2 തിമോത്തിയോസ് 2:24, 25, 26 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ ആ ഒരു യഥാർത്ഥത്തില് നമ്മളൊരു സ്വസ്ഥതയിലാണെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് അക്സെപ്റ്റൻസും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടു, സ്വീകരിക്കപ്പെട്ടു, ദൈവം താൻ സ്നേഹിക്കപ്പെടുന്നവൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ യോഹന്നാൻ പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ പറഞ്ഞതുപോലെ, ആ ഒരു അതൊരു ID കാർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ID കാർഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്, യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അങ്ങനെ പറയാൻ ഒക്കും. യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ ആണ് ഞാൻ, യേശു സ്നേഹിച്ച ഒരു ശിഷ്യാണ്. നമുക്ക് വലിയ അവകാശവാദങ്ങളും കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷെ കർത്താവിന് കരുണ തോന്നി, കർത്താവ് എന്നെ സ്നേഹിക്കുന്ന ഒരു പൈതലാണ് ഞാൻ. ആ ഒരു സെൻസ് ഓഫ് അക്സെപ്റ്റൻസ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതാ, സെൻസ് ഓഫ് അക്സെപ്റ്റൻസ് ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം, ഭദ്രത എന്നൊക്കെ പറയുന്നത്. ഭക്തരൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമായ ജീവിതം വേറെയില്ല. ഭദ്രമായിട്ടുള്ള ജീവിതത്തെ എന്റെ ഒരു പിക്ചർ നമ്മളിവിടെ 131 സങ്കീർത്തനത്തിൽ ആദ്യം കാണുകയായിരുന്നു. 131 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചു. അപ്പൊ അത്ഭുത വിഷയങ്ങളോ വൻകാര്യങ്ങളോ ഒന്നും ഇടപെടുന്നില്ല. അപ്പൊ ആ അത്ഭുത വിഷയങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തെ ആര് സൃഷ്ടിച്ചെന്നുള്ള ചോദ്യമൊക്കെ അബ്സേർഡ് ആണെന്നുള്ള കാര്യമൊക്കെ, ബാലിശമായിട്ടുള്ള ചോദ്യമാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അത് നമ്മൾ തർക്കിക്കുകയോ അധികമോ ഒന്നും അല്ല ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഹൃദയത്തിലൊരു സ്വസ്ഥതയും കർത്താവിനാൽ സ്വീകരിക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു ബോധം നമുക്കുള്ളപ്പോൾ നമ്മൾ ആരെയും തർക്കിച്ച് തോൽപ്പിക്കേണ്ട വ്യഗ്രതയില്ല. ഇപ്പൊ അവര് നമ്മളെ തർക്കിച്ച് തോൽപ്പിച്ചു എന്ന് വെച്ചാൽ തന്നെ നമുക്കൊന്നുമില്ല, നിങ്ങളെ തർക്കിച്ച് തോൽപ്പിച്ചു ഒരാളുടെ അടുത്ത് തർക്കത്തിന് വന്നാൽ ഞാൻ തിരിച്ച് തർക്കിക്കത്തില്ല. അപ്പം അയാൾ തർക്കം ജയിച്ചു തന്നെ വിചാരിക്കട്ടെ. ആർഗ്യുമെന്റ് മോർ ഇമ്പോർട്ടൻറ്റ് he should be one for the Lord. അവൻ തർക്കം ജയിച്ചു എന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ അവൻ കർത്താവിനായിട്ട് അവന് നേടുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞതുപോലെ. അപ്പം അത് എപ്പോഴാണ് നമുക്ക് ഈ തർക്കിക്കാനും വാദിക്കാനും ഒക്കെ തോന്നുന്നത്? നമുക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു ഭദ്രത, കർത്താവിനുള്ള ഒരു സുരക്ഷിതത്വ ബോധം, കർത്താവിനുള്ള കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ടവൻ, കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവൻ എന്നുള്ളൊരു സുരക്ഷിതത്വ ബോധം ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളവരുടെ അഭിപ്രായം, അയ്യോ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്നു, ഫ്രണ്ട്സ് നമ്മളെ എന്തെങ്കിലും ഇറക്കത്തേര് വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ കളിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ ടീച്ചറിന് വഴക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താ? നമ്മള് കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന ആളാണ് ഞാനൊന്നും അറിയാത്തത്. അപ്പം അവിടെ ഞങ്ങളുടെ വെല്ലൂരുണ്ടായിരുന്നപ്പോ ഒരു
ശദ്രാക്ക് എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. ഈ സഹോദരന്റെ വിവാഹം ഈ അടുത്ത മാസമൊക്കെ നടക്കുന്നത്. ശദ്രാക്ക് അവിടെ അവിടെ കരികരിയുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡ്രൈവറാണ്. അപ്പം നമ്മുടെ ചേർച്ചിലെ സഹോദരൻ ഞാനത് അതിന്റെ പേരും കൂടെ പറഞ്ഞു പറയുന്നത്, അതിൽ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ പലയിടത്തോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ കരിയർ സ്റ്റാഫ് അപ്പൊ ഒരു ഡ്രൈവർ ഡ്രൈവർ ആയിരുന്നു എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങനെ ഒരു അങ്ങനെ ഡ്രൈവറോ എന്ന ആ ഒരു രീതിയിലൊരു ഇതിങ്ങനെ ചെയ്യും. പുള്ളി അപ്പൊ അതിന് പുള്ളി അതൊന്നും പുള്ളിക്ക് അതൊന്നുമില്ല. പുള്ളി കഴിഞ്ഞിട്ട് പിന്നെ എന്താ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന ആളെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവർക്ക് അറിയത്തില്ലല്ലോ ഞാൻ ദൈവത്തിന്റെ വലിയ പൈതലാണ്, ഞാന് കർത്താവിന്റെ രാജാവിന്റെ വലിയ രാജകുമാരനാണെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ എന്നുള്ള ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി. എന്നുവെച്ചാൽ ലോകപ്രകാരം വലിയ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ ചൂടിപ്പോകുന്ന അയ്യോ ഞാൻ ഒന്നുമില്ലേ, അയ്യോ പാവം ഞാന്, ഒരു സെൽഫ് പിറ്റി, ഒരു സ്വയം സഹതാപമൊക്കെ ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഞാൻ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മുടെ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് 130 സങ്കീർത്തനത്തിലേക്ക് വരാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് പാവപ്പെട്ടവര് പണക്കാരും എന്തിലാ പ്രശംസിക്കേണ്ടേ എന്നുള്ള കാര്യം പറയുന്ന ഒരു വാക്യം നമുക്ക് പലർക്കും പരിചയമുള്ള വാക്യമായിരിക്കും. എന്നാൽ ഇടയ്ക്കൊക്കെ ഇതൊക്കെ എടുത്ത് നോക്കുന്നത് നമുക്ക് നല്ലതാണല്ലോ. അതിന്റെ 9-ാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖന ജെയിംസ് ചാപ്റ്റർ 1:9 എടുത്ത് എല്ലാവരും ആദ്യം വേഴ്സ് റെഫറൻസ് പെട്ടെന്ന് എഴുതിയെടുക്കുന്നു. പിന്നെ പെട്ടെന്ന് ആ വേഴ്സ് ജെയിംസ് എടുക്കാൻ അറിയാമോ എല്ലാവർക്കും? സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ബൈബിൾ വേഴ്സസ് എടുക്കുന്ന ഒരു എക്സസൈസ് കൊടുക്കണം. ഞാൻ ഇന്നലെ സൺഡേ സ്കൂൾ ടീച്ചറിനോട് ഒന്നുകൂടെ ഓർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് വേഴ്സ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വേഴ്സ് എടുക്കാൻ അറിയണം. ഓക്കെ, ജെയിംസ് ചാപ്റ്റർ 1, യാക്കോബ് 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ബട്ട് ദ ബ്രദർ ഓഫ് ഹംബിൾ സർക്കംസ്റ്റാൻസസ് ഈസ് ടു ഗ്ലോറി ഇൻ ഹിസ് ഹൈ പൊസിഷൻ. എളിയ സഹോദരൻ എന്താ ഉയർച്ച, ഹൈ പൊസിഷൻ എന്താ ഉള്ളത്? ഞാൻ ദൈവത്തിന്റെ സർവ സൈനാധിപനായിട്ടുള്ള കർത്താവിന്റെ സൈന്യത്തിന്റെ വലിയ സൈനികനാണ് ഞാന് സ്വർഗീയ രാജകുമാരനാണ്, രാജകീയ പുരോഹിത വർഗമാണ് ഞാൻ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ് ഞാന് സ്വർഗത്തിൽ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും എല്ലാം കർത്താവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതൊക്കെ എവിടെ വാചനങ്ങളാണ് ഞാൻ പറയുന്നത്? എഫേസ്യർ 1:3-4 വാക്യങ്ങളില്ല. സ്വർഗത്തിലെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. 1 പത്രോസ് 2:9 നമ്മുടെ രാജകീയ പുരോഹിത വർഗം. അപ്പൊ അങ്ങനെ ഹൈ പൊസിഷൻ. ചിലപ്പോൾ നമ്മൾ ലോകപ്രകാരം ചിലപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ അപേക്ഷിച്ചൊക്കെ നമ്മൾ വലിയ വലിയ പൊസിഷൻ കുറവൊന്നുമില്ല. പക്ഷെ നമ്മളെക്കാട്ടിലും ഉയർന്ന പൊസിഷനുള്ള വലിയ ഒരു മന്ത്രി, ഒരു IAS ഓഫീസർ, അല്ലെങ്കിൽ വലിയ പൗരോഹിത്യ വേഷങ്ങളൊക്കെ ധരിച്ച് പല ഫാൻസി ഡ്രസ് മാതിരി ലോഹയും മുത്തുകൂടയും അംശവടിയോ ചെങ്കോലോ ഏതാണ്ടൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ വെച്ച് ഞാനൊന്നുമില്ല, അങ്ങനെ ഒരു അപകർഷതാബോധമല്ല. പക്ഷെ ഞാൻ ആരാ ചെല്ലുമ്പോൾ ഈ ഫാൻസി ഡ്രസ് ഇട്ടേക്കുന്ന അദ്ദേഹത്തിന് അതിനെ രക്ഷിക്കപ്പെട്ട അനുഭവം പോലും കാണത്തില്ല. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരെ ഇതിന്റെയൊക്കെ മേലെ കയറി പോകാനൊക്കെ അതുപോലെ ഇതുപോലൊക്കെ ചെയ്യുന്നവർക്ക്. അപ്പൊ അതിന്റെ മുമ്പിൽ വലിയ വലിയ ആള് ചിലപ്പോൾ ചില വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൺസിഡറേഷന് വരും. അത് ദൈവത്തിനെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദൈവപൈതല്ല, നമ്മള് ദൈവത്തിന്റെ ഒരു പൈതൽ, ദൈവത്തിന്റെ ഒരു ദാസൻ, ദൈവത്തിന്റെ ഒരു ആ ഒരു കർത്താവിന്റെ മകൻ എന്നുള്ള ആ ഒരു വലിയൊരു പൊസിഷൻ. അതാണ് നമ്മുടെ ഇവിടെ വായിക്കുന്നത്. ബ്രദർ ഓഫ് ഹംബിൾ സർക്കംസ്റ്റാൻസസ് ടു ഗ്ലോറി ഇൻ ഹിസ് ഹൈ പൊസിഷൻ. അപ്പൊ ആ ഒരു പരിശുദ്ധാത്മാവാണ് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഇതിനെക്കുറിച്ച് വെളിപ്പാട് തന്നെ. നാം എത്ര വലിയൊരു സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നു. എഫേസ്യർ 2:6-7 വാക്യങ്ങളിൽ അത് വായിക്കുന്നത് ഹെവൻലി പ്ലേസസ്, സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. നമ്മൾ ഇരുത്തിയിരിക്കുന്നു എത്ര വലിയൊരു ഹൈ പൊസിഷൻ. അപ്പൊ അതാ പറയുന്നത്, എളിയ സഹോദരത്തിന്റെ ഉയർച്ചയിലാണ് പ്രശംസിക്കേണ്ടത്. പിന്നെ ധനവാനോ, നമുക്ക് ഈ ലോകപ്രകാരം കുറച്ച് ധനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. അതായിരിക്കും നമുക്ക് ലോകപ്രകാരം കുറച്ച് ധനവോ വീടോ വസ്തുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴാ അഴിഞ്ഞു പോകുന്നത്, കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം തീക്കറിയാനുള്ളതാ. ഇതൊക്കെ ഇന്ന് പോകും, ഇന്ന് വരും, നാളെ പോകും, അത്രയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് വലിയ പൊസിഷനോ വലിയ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മളെ അല്ലാതായി പോകും. നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടോ? ലഭിച്ചിട്ടുള്ളതെല്ലായിട്ട് എന്താ ഉള്ളത്? അപ്പൊ നമുക്ക് ലോകപ്രകാരം കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നും നമുക്ക് പ്രശംസിക്കാനില്ലെന്ന് വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഇതൊന്നും ഒന്നും ഇല്ലാതാവാൻ വലിയ താമസമൊന്നുമില്ല. അതാ ധനവാൻ എന്ത് ചെയ്യണം? പുല്ലിന്റെ പൂ പോലെ. പുല്ലിന്റെ പൂ എങ്ങനെ ഇരിക്കും? നമ്മളുടെ ചെടിച്ചട്ടിയിൽ പൂവാണെങ്കിൽ നമ്മൾ മാക്സിമം
അത് മാക്സിമം ഡ്യൂറേഷൻ നിർത്താനൊക്കെ നമ്മൾ നോക്കും. പുല്ലിന്റെ പൂ ആരും മൈൻഡ് ചെയ്തതൊന്നുമില്ല. പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകുകയാൽ തന്റെ എളിമയിലും ലെറ്റ് ദ റിച്ച് മാൻ ഇസ് ടു ഗ്ലോറി ഇൻ ഹിസ് ഹ്യൂമിലിയേഷൻ ഇൻ ഹിസ് ഹംബിൾ എസ്റ്റേറ്റ്, ആ ഒരു ലോ എസ്റ്റേറ്റ്. ടപ്പൈനോസിസ് എന്നുള്ള ഒരു വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ലോ എസ്റ്റേറ്റ്. ആ വാക്ക് വേറെ ഒരിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എവിടെന്ന് ചോദിച്ചാൽ ലൂക്കോസ് 1:48. അത് ആരാ പറയുന്നത്? ലൂക്കോസ് 1:48 എന്ന് പറയുമ്പോൾ അവിടെ ലൂക്കോസ് 1 ആരാ ഒരു പാട്ട് പാടുന്നേ? മറിയം, കർത്താവിന്റെ അമ്മയായിട്ടുള്ള മറിയം പാടുന്ന പാട്ടില് അവിടെ ലൂക്കോസ് 1:48 ഈ ടപ്പൈനോസിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഹംബിൾ എസ്റ്റേറ്റ്. 48ാമത്തെ വാക്യത്തില് അവൻ തന്റെ ദാസിയുടെ താഴ്ച, ആ താഴ്ച എന്നുള്ള വാക്ക് ഈ അതേ വാക്ക് തന്നെ യാക്കോബ് 1:10 നമ്മൾ കണ്ട അതേ വാക്ക് തന്നെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. The Lord he has had regard for the humble state or low estate of his bond slave. ആ ബോൺ സ്ലേവ് എന്നുള്ള ഡുലേ എന്നുള്ള പദമൊക്കെ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ കണ്ടു. ഒരു ഫീമെയിൽ സ്ലേവിന്റെ പദം. അതാ ഈ ഇന്ന് മുതൽ എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറിയുടെ പാട്ടില് ഹംബിൾ എസ്റ്റേറ്റ്. ആ ഒരു നമുക്ക് ശരിയാണ്, ചിലരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മള് എളിയവരായിരിക്കും. എന്നാൽ വേറെ ചിലരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മള് കുറച്ച് ഉയർന്ന പൊസിഷനുള്ളവരായിരിക്കും. പക്ഷെ എങ്ങനെയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ടെംപ്ടേഷൻ ഒരു സെൽഫ് പിറ്റി, ഒരു സ്വയം സഹതാപമായിരിക്കും. അയ്യോ പാവം അവരുടെ അത്രയൊന്നും ഞാനില്ലല്ലോ. അപ്പം ഇവൻ തന്നെ നമ്മളുടെ ആ ഒരു വലിയ സുരക്ഷിത ബോധം ഭദ്രതയ്ക്ക് ഓർപ്പിക്കണം. ചില സമയത്ത് നമ്മളെക്കാട്ടിലെ സമൂഹത്തിൽ താഴെയുള്ളവരെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ ആ സമയത്ത് ഇതെല്ലാം നമുക്ക് നിഗളിക്കാനൊന്നുമില്ല, നിരാശപ്പെടാനുമില്ല, നിഗളിക്കാനുമില്ല. മറ്റുള്ളവരുടെ കമ്പയർ ചെയ്യുമ്പോഴായി വരുന്നത് നിഗളം, നിരാശ. അപ്പം നമ്മളെക്കാട്ടി കൂടിയവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നിരാശ വരാം, കുറഞ്ഞവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നിഗളം വരാം. അതൊന്നുമില്ല, നിഗളിക്കാനോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് വയലിലെ പോലെ ഉള്ളതെല്ലാം എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നിനും പ്രശംസിക്കാനില്ല. ലഭിച്ചിട്ടുള്ളതല്ലാതെ എനിക്കൊന്നും ഇല്ലാന്ന് എവിടെ പറയുന്നേ? 1 കൊരിന്ത്യർ 4:7 വാക്യത്തിൽ പറഞ്ഞത് what do you have which you did not receive. നമുക്കുള്ള എന്തെങ്കിലും നമ്മളായിട്ട് ഇനി കൊണ്ടുവന്നതാണോ? നമുക്കുള്ള പഠിത്തമോ വസ്തുവകകളോ അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യമോ നമ്മളുടെ കുടുംബമോ എന്തെങ്കിലും നമ്മളായിട്ട് ഇനി കൊണ്ടുവന്നതാണോ? നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതല്ലാതെ പ്രശംസിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മൾ തിരിച്ച് 131 സങ്കീർത്തനത്തിലേക്ക് വരുവാ. 131 സങ്കീർത്തനത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ കണ്ടേ? ഞാൻ നിഗളിച്ച് ഗർവിച്ചൊന്നും ഇരിക്കുന്നില്ല, ബുദ്ധിക്കകത്ത് വൻ കാര്യങ്ങളിലൊന്നും അത്ഭുത വിഷയങ്ങളൊന്നും തലയിടുന്നില്ല, മറിച്ച് ഞാൻ എന്താ ചെയ്യുന്നേ? ആ ഒരു ഭദ്രതയും സുരക്ഷിതത്വ ബോധമുള്ള ഒരു ആളുടെ പ്രത്യേകത, അവനൊരു സ്വസ്ഥതയുണ്ട്, അവനൊരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്. അതാ കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡിന്റെ പോസിറ്റീവ് സെൻസ്. ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാനാക്കിയിരിക്കുന്നു. ഷുവർലി ഐ ഹാവ് കമ്പോസ്ഡ് ആൻഡ് ക്വയറ്റഡ് മൈ സോൾ. നമുക്കൊരു പ്രാണനുണ്ട്, ഒരു ദേഹി. ആ ദേഹി പല കാര്യങ്ങളിലൊക്കെ കിടന്ന് തലയിടാൻ ആ ദേഹിയുടെ മാർത്തയെ പോലെ അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ വേറെ പല കാര്യങ്ങളിലൊക്കെ തലയിടാനും ആ ദേഹി അങ്ങ് നമ്മുടെ ജഡം എപ്പോഴും നമ്മുടെ ദേഹിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കും. നമ്മുടെ ജഡം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം ഇഷ്ടം. അപ്പൊ ആ ദേഹിയെ പല കാര്യങ്ങളൊക്കെ തലയിടാനും പല അഭിപ്രായങ്ങൾ പറയാനും പല അങ്ങനെ ചെയ്യാൻ ശരിയാവത്തില്ല. നമുക്ക് ധാർമ്മിക രോഷം വരുന്നു, അതുപോലെയൊക്കെ ജഡത്തിൻ്റെതായ ഒരു കാര്യങ്ങളിലെ ചില ധാർമ്മിക രോഷവും അതുപോലെയൊക്കെയുള്ള ജഡം നമ്മളെ ദേഹിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാം. അപ്പം നമ്മളെ പ്രാണൻ എന്താ കിടന്ന് അജിറ്റേറ്റഡ് ആണ്. ഇങ്ങനെ മിക്സിയൊക്കെ ഇങ്ങനെ മിക്സർ ഗ്രൈൻഡർ ഇങ്ങനെ ഇളകി പറഞ്ഞാണ്. ദുഷ്ടന്റെ മനസ്സ് കടലിന്റെ ആ വാക്യം അറിയാവില്ല. യെശയ്യാവ് 57 അവസാനത്തെ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. നമ്മള് സങ്കീർത്തനം 130 പെട്ടെന്ന് നമ്മളെ യെശയ്യാവിലോട്ടും ചാടുമ്പോൾ യെശയ്യാവ് 57 അവസാനം അത് ഇളകി മറിഞ്ഞ് അതാ നമ്മളവിടെ വായിക്കുന്നത് 20-21 വാക്യങ്ങൾ. 57 യെശയ്യാവ് 57 20-21 വാക്യം. ദുഷ്ടന്മാരോ, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ്, ഈ 131 സങ്കീർത്തനം 2ാമത്തെ വാക്യത്തിന്റെ ഓപ്പോസിറ്റ് നമ്മൾ വായിക്കുന്നത്. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. എപ്പോഴും അതിൽ വെള്ളം ചേറും ചെറിയ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇങ്ങനെ കൈകാലും ഇങ്ങനെ ആട്ടി ഇങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ഭയങ്കര അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് അവരോട് സഹതാപം തോന്നുന്നുണ്ട്. നമ്മളാരെയും കൊച്ചാക്കി പറയില്ല. ആ ഒരു റെസ്റ്റ്ലെസ് ഒന്നിനും ഒരു അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ചില കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര പിരിവിരിപ്പ്, അവരുടെ അടങ്ങിയിരിക്കത്തില്ല. അതിന്റെ അടി കൊടുത്ത് വളർത്താത്തതിന്റെ ADHD എന്നൊക്കെ നമ്മള് ലേബൽ ചെയ്ത് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു അടക്കമില്ല. അതാ
അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അതിൽ വെള്ളം ചേറും ചെളിയൊക്കെ മേലോട്ട് തള്ളുന്നു. കടലിലൊക്കെ നമ്മള് ബീച്ചിൽ ചെന്നിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെരുപ്പോ കളിപ്പാട്ടങ്ങളോ ഒക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് നേരത്തെ എങ്ങനെയോ പോയ കാര്യങ്ങൾ അതിൽ നിന്ന് പിന്നെയും തിരയടിച്ചിഞ്ഞ് വരിക. അത് നമ്മളുടെ ഹൃദയം ഇങ്ങനെ ഓവർ ക്രൗഡിങ് ഓഫ് തോട്ട്സ്, അങ്ങനെ ചിന്തകൾ, അത് ആ ചിന്തകൾ ഈ ചിന്തകൾ അത് എന്നൊക്കെ പറഞ്ഞ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു എന്ന് അവിടെ യെശയ്യാ പറയും. അപ്പം ആ ഒരു നമ്മളുടെ ജഡത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ദുഷ്ടതയുണ്ട്. ആ ജഡത്തിൽ യാതൊരു നന്മയില്ല. അപ്പൊ ആ ജഡം നമ്മുടെ ദേഹിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഒന്നിനൊരു സ്വസ്ഥതയില്ല, ഭദ്രതയില്ല. നമുക്ക് പല പരാതിയും പിറുപിറുപ്പും, നമുക്കൊരു മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം, മറ്റുള്ളവരുടെ മതിപ്പുളവാക്കാൻ വേണ്ടി മനുഷ്യമാനം തേടാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യമാനം തേടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു വിഗ്രഹാരാധനയാണ്. മനുഷ്യന്റെ മുമ്പിൽ വീണു വണങ്ങിയിട്ട് അയ്യോ എന്നെ ഒന്ന് അംഗീകരിക്കണേ എന്ന് പറയുന്നതിന് അതുപോലെ ഒരു വിഗ്രഹാരാധനയായിട്ടുള്ള ഒരു അധമമായ ഒരു പാപമായിട്ട് നമ്മളതിനെ കാണണം. എന്നാലും നമുക്ക് അതിൽ നിന്നൊരു വിടുതൽ ദൈവം തരത്തുള്ളൂ. വെച്ചാൽ പ്രോഗ്രസീവായിട്ട് വർത്തമാനമായിട്ട് നമ്മൾ എന്നുവെച്ചാൽ നമ്മള് മനുഷ്യരുടെ മാനം തേടുന്നു എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുവാ, ഇപ്പൊ നമ്മള് അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാര് വലിയൊരു വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് വീണ് വണങ്ങി അയ്യോ ദൈവമേ എന്നെ കടാക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണ തോന്നി അയ്യോ ദൈവമേ അവർക്ക് സത്യദൈവത്തെ അറിയാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മളും മറ്റ് മനുഷ്യരുടെ അഭിപ്രായത്തിനായിട്ട് അവരെന്ത് പറയും, ഇവരെന്ത് പറയും, എന്റെ ബന്ധുക്കൾ എന്ത് പറയും, എന്റെ ചാർച്ചക്കാരെന്ത് പറയും, എന്റെ കൂട്ടുകാരെന്ത് പറയും, എന്റെ നാട്ടുകാരെന്ത് പറയും, കർത്താവ് എന്ത് പറയുന്നത് മാത്രം നമുക്ക് അറിയണ്ടേ, ബാക്കി എല്ലാവരും എന്ത് പറയും എന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യമാനം തേടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ, നമുക്ക് ഈ സ്വസ്ഥതയും ഭദ്രതയും ഇല്ലാത്തത് നമ്മൾ ഒരു വിഗ്രഹാരാധന അയ്യോ ഞാൻ വീണ് വണങ്ങി അങ്ങേ നമസ്കരിക്കുന്നു, അങ്ങനെ അംഗീകരിക്കണേ, എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് അക്സെപ്റ്റൻസ് തരണേ. എന്താ കർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് അക്സെപ്റ്റൻസിനെ കുറിച്ചൊരു വെളിപാട് കർത്താവ് നമ്മളെ എല്ലാവരും ഉറങ്ങിയവരെല്ലാം എഴുന്നേറ്റത് ഇടയ്ക്ക് തീരുന്ന നമ്മളെല്ലാവരും ഇതുപോലൊരു കാഹളം തോന്നിയതായിരിക്കും ചിലപ്പോ പെട്ടെന്ന് ഒറ്റയ്ക്ക് എടുക്കപ്പെടുന്നത്. അപ്പൊ എല്ലാവരും അപ്പൊ സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റൻസ് കർത്താവിന്റെ ആ ഒരു അംഗീകരിച്ച് കർത്താവ് നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബാക്കി മനുഷ്യരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസിനായിട്ട് നെട്ടോട്ട് ഓടുന്നത്. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, പ്രാണനെ മിണ്ടാതെ താലോലിച്ച് മിണ്ടാതെ ആക്കിയിരിക്കുന്നു, പ്രാണനെ താലോലിച്ച് മിണ്ടാതെ ആക്കിയിരിക്കുന്നു വെച്ചാൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ഈ കൊച്ചു കിടന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്താ ചെയ്യുന്നത്, അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഇങ്ങനെ താലോലിച്ച് ഇങ്ങനെ ലലതിയൊക്കെ പാടി താരാട്ട് പാടൊക്കെ പാടി ഇങ്ങനെ താലോലിച്ച് മിണ്ടാതാക്കാം. അതുപോലെ പരിശുദ്ധാത്മാ നമ്മളുടെ ഹൃദയം ചിലപ്പോൾ ഇങ്ങനെ കലങ്ങി പറയുന്നത് ശരിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ യോ നാളെ എന്ത് സംഭവിക്കും, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് വർക്ക് ചെയ്യുന്നില്ല, ഇത് കുഴപ്പം അത് കുഴപ്പം, ഇനിയിപ്പം ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അവിടെ ലീക്കിംഗ്, അവിടെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ ശരി നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിനൊരു അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ വരാം. അപ്പം അവിടെ നമ്മൾ ദൈവഭാഗ്യം വന്ന് പരിശുദ്ധാത്മാവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ എന്ത് ചെയ്യും, നമ്മളെ താലോലിച്ച് മിണ്ടാതാക്കണം. ചില ഈ ഇളയിപ്പാറുതൽ തരുകയും, ഇളയിപ്പാറുതൽ തരുകയും എന്ന് പറഞ്ഞാൽ തമിഴിലെ വാക്കാ എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം ഏതാ, വരുത്തപ്പെട്ട് ഭാരം ചുമർത്തുകളെ, അതായത് അധ്വാനിച്ച് ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഗിവ് യു റെസ്റ്റ്. ആ ആശ്വസിപ്പിക്കും അല്ലെങ്കിൽ ഗിവ് യു റെസ്റ്റ് എന്നുള്ളത് ഒരു ഗിവ് യു റെസ്റ്റ് എന്നുള്ളത് ശരിക്കും ഒരു ഇംഗ്ലീഷ് ഗ്രീക്കില് ഒരു വേർബ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അനാപാവോ എന്ന് പറഞ്ഞൊരു വേർബ. അനാപാവോ എന്ന് പറഞ്ഞാല് ഇതുപോലെ ഈ താലോലിച്ച് മിണ്ടാതാക്കുന്ന ഒരു അനാപ്പോസിസ് എന്ന് പറഞ്ഞാല് റെസ്റ്റ്, അനാപാവോ എന്ന് പറഞ്ഞാല് അതിന്റെ വേർബൽ ഫോമ എന്ന് പറഞ്ഞാല് മലയാളത്തിൽ അത് വേർബായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ആശ്വസിപ്പിക്കും. ഇംഗ്ലീഷിൽ അത് ഗിവ് യു റെസ്റ്റ് എന്ന് അവര് കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ ചിലപ്പോൾ അത്രയും തത്തുല്യമായിട്ട് വാക്ക് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞുകൊണ്ടായിരിക്കും അത് അവര് നൗൺ ഫോം ഉപയോഗിച്ചിട്ട് ഗിവ് യു റെസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് വലിയൊരു ഈ സൺഡേ സ്കൂൾ ചിൽഡ്രൻ വന്ന് ആക്ഷനോടുകൂടി വചനം പറയുമ്പോൾ നമ്മുടെ ജോണിബോറിന്റെ മോളിപ്പോ ഒന്ന് വലുതായിരിക്കും, വലിയ ആളായെന്ന് തോന്നുന്നു. പക്ഷെ അന്നൊരു കൊച്ചു പ്രാർത്ഥനയുടെ ഒക്കെ പ്രായത്തിലായപ്പോ ഇങ്ങനെ വരുത്തപ്പെട്ട് ഭാരം ചുമർക്കുകളെ ഇങ്ങനെ ആക്ഷനെ കാണിച്ച് എന്നാലും എന്റെ അടുത്ത് വാറുണ്ട് ഞാൻ உங்களுக்கு ഇളയിപ്പാറുതൽ തരുകയും, ഇളയിപ്പാറുതൽ തരുന്നത് ഈ ഒരു ആക്ഷൻ എന്റെ ഈ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്നതിന്റെ ഒരു ആക്ഷൻ. അപ്പൊ ഇവിടെ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ ഹൃദയം ചിലപ്പോൾ നമ്മളുടെ ജഡത്തിൽ നിന്ന് നമ്മുടെ സ്വയത്തിൽ നിന്ന് ഭയങ്കര നമുക്ക് ചിലരോടൊന്നും ക്ഷമിക്കാൻ പറ്റുന്നില്ല, ചിലരെ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ചിലരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ,
കർത്താവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത. എന്റെ ഫ്രണ്ട് എന്താ അങ്ങനെ, ആ കൊച്ചു ഇങ്ങനെയാണ്, ആ കൊച്ചു എപ്പോഴും ഇങ്ങനെയാണ്, ആ കുട്ടി ഇങ്ങനെയാ പറയുന്നത്, അത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരെ കുറിച്ചൊക്കെ നമുക്ക് ശരിയാ, നമുക്ക് എല്ലാവരോടും എല്ലാവരെയും നമുക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞാല് ഞാനിവിടെ 131 സങ്കീർത്തനത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ, റോമർ 15 അധ്യായത്തിൽ ദൈവവചനത്തിൽ ഒരു കൽപ്പന എന്താണെന്നറിയാവോ? റോമർ 15:7 വാക്യം എന്താ? റോമർ 15:7, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുക. Therefore accept one another just as Christ also accepted us to the glory of God. കർത്താവ് നമ്മളെ നീ എല്ലാം തികഞ്ഞവനായി, നീ പെർഫെക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യാവുന്നത് നോക്കാം എന്നാണ് പറഞ്ഞത്. ഇത് മുടിയനായ പുത്രം വരുമ്പോൾ നിന്റെ സ്വഭാവമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നീ അവിടെ സെർവൻസ് ക്വാർട്ടേഴ്സിലെങ്ങാണ് കുറച്ച് കണക്കുന്ന പ്രൊബേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഗുലറൈസ് ചെയ്യാവുന്ന, ഈ ഗവൺമെന്റ് സർവീസ് കയറുമ്പോൾ ഈ പ്രൊബേഷൻ പീരീഡ് ഡിക്ലെയർ ചെയ്യുന്നൊക്കെ റെഗുലറൈസ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവർ റെഗുലർ ആക്കത്തുള്ളൂ. എല്ലാ നടപടിയും ക്രമങ്ങളും ഒക്കെ ഒന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റെഗുലർ ആക്കാം എന്ന് പറഞ്ഞതുപോലെ മുടിയനായ പുത്രം വരുമ്പം എന്താ പിതാവ് എന്താ പറഞ്ഞേ? നീ അവിടെ ആ വേലക്കാരുടെ കൂടെ കുറച്ച് നാള് അവിടെ ഔട്ട് ഹൗസിലൊക്കെ കുറച്ച് താമസിച്ച് നിന്റെ സ്വഭാവം നീ വല്ല കഞ്ചാവോ മയക്കുമരുന്നോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്, കൂളോ ഹാൻഡ്സോ ഒക്കെ കയ്യിലുണ്ടോ എന്നുള്ള ഇതൊക്കെ ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത നമ്മുടെ സൗകര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ഇന്ന് യുവതലമുറ കാരണം തിന്നുന്ന ലഹരികളുടെ കൂള്, ഹാൻഡ്സ്, ഗഞ്ച, ഗുക്ക, ഹാൻഡ്സ്, പൻപരാഗ്, ഇതൊക്കെ ഒരു പാട്ടുപോലെ എന്റെ വായിൽ വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ ഇതാ ചോദിക്കുന്നത്, മദ്യം, പോകലി, ഗഞ്ച, ഗുക്ക, ഹാൻഡ്സ്, ഇതെന്തെങ്കിലും ഉണ്ടോ എന്ന് അവരോട് ഹിസ്റ്ററി എടുക്കാൻ ചോദിക്കുന്നു. അതുകൊണ്ട് ഇതുണ്ട്, അതില്ല എന്നൊക്കെ ചിലത് ഈ മൾട്ടിപ്പിൾ ചോയ്സിൽ ചിലത് അതുണ്ട് ഇതില്ല എന്നൊക്കെ പറയുന്ന പോലെ ചില പയ്യന്മാരും ഒന്ന് പറയാം. ആ കൂളുണ്ട് പക്ഷെ ഹാൻഡ്സ് ഇല്ല. പൻപരാഗ് ചിലപ്പം വെച്ചിട്ടുണ്ട്, അവിടെ കഞ്ചാവ് അന്ന് ഉപയോഗിച്ചു, MDMA അന്ന് ബാംഗ്ലൂർ പോയപ്പോൾ ഉപയോഗിച്ചു, LSD ചെന്നൈ പോയപ്പോൾ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ബിരുദന്മാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാല് ആ ഒരു എന്താ ഞാൻ പറഞ്ഞു വന്നേ, അക്സെപ്റ്റൻസ്, ആ ഒരു കർത്താവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം, നമ്മളെ കൈക്കൊള്ളുന്ന ഒരു കാര്യം, ആ ഒരു കർത്താവ് നമ്മളെ എങ്ങനെയാ കൈക്കൊള്ളുന്നത്? ജസ്റ്റ് as Christ has accepted us. കർത്താവ് ആ സെവൻസ് ക്വാർട്ടേഴ്സിൽ പിതാവ് എന്തെങ്കിലുമൊക്കെ ഈ മുടിയനായ പുത്രന്റെ കയ്യിൽ ലഹരി പദാർത്ഥങ്ങളുണ്ടോ, അതിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോയത്, ലഹരി പദാർത്ഥങ്ങളുണ്ടോന്ന് വെച്ചാൽ അവന്റെ ആ അനുതാപം, അത് ആത്മാർത്ഥമുള്ള അവന്റെ ആ ഒരു അനുതാപം, അത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അവിടെ കണ്ട് അവനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. നമ്മള് ശരിയാ, നമ്മള് ആവിയായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ നിറഞ്ഞ പാപച്ചെടിയിൽ തന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പം കർത്താവ് നമ്മളെ വാരി പുണർന്ന് ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കൊണ്ടുപോവാം, ബെസ്റ്റ് റോബ്, ഏറ്റവും നല്ല അങ്കി കൊണ്ടുപോവാം, മോതിരം കൊണ്ടുപോവാം, കാലിനിടാൻ ചെരുപ്പ് കൊണ്ടുപോവാം എന്ന് പറയുന്ന ലൂക്കോസ് 15 ആ കാര്യം നമുക്ക് ആ ഒരു പൂർണ്ണ നമുക്കറിയാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കർത്താവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് ബാക്കിയുള്ളവരെ നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതായത് നമ്മുടെ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു വെഡിങ് സെറമണിയിൽ ജോലിപോലെ ഈ ഒരു വാക്യം പറഞ്ഞിട്ട് പറയുക, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞു, എന്നാലും ഭാര്യ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് എനിക്ക് തന്ന ഭർത്താവ്, ഇങ്ങനെയായിരുന്നു ഞാൻ കെട്ടിയത്, അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ദൈവം തന്ന മക്കള് ശരി, അവർക്ക് കുറവുകളൊക്കെ ഉണ്ട്, അവർക്ക് ചില പോരായ്മകളോ കുറവുകളൊക്കെ കാണും, പക്ഷെ എങ്കിലും ദൈവം തന്ന ദാനം, ഗോഡ്സ് ഗിഫ്റ്റ്. ശരിയാണ്, അവന് കുറവുണ്ടെങ്കിൽ അത് ഞാൻ വേണ്ടതുകൊണ്ട് അവന് നടത്താത്തതുകൊണ്ട്, വളരെ നടത്താത്തതുകൊണ്ടുള്ള കുറവായിരുന്നുള്ളത്. മാനം നടക്കേണ്ടെന്ന് വെച്ച് നടത്തിയായിരുന്നെങ്കിൽ മുതിർന്നവരും അത് വഴിതെറ്റി പോകത്തില്ലായിരുന്നു എന്ന സദൃശമാക്കി 22:6 പറഞ്ഞത്. നമ്മളുടെ കുറവ് കുഞ്ഞുങ്ങളിൽ കാണുന്നത്, നമ്മളെ മാനസാന്തരപ്പെടുന്നത്. അപ്പം ആ ഒരു അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ജസ്റ്റ് അവരെല്ലാം എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കർത്താവ് നമ്മളോട് പറഞ്ഞു. ജസ്റ്റ് as Christ has accepted you. അത് അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനെ നിങ്ങളെ കൈക്കൊണ്ടത് പോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളൂ നമ്മളുടെ ജീവിത പങ്കാളി. ശരിയാണ്, നമ്മുടെ ഭാര്യയ്ക്ക് ഭർത്താവിനൊക്കെ പല കുറവുകളും കാണുമായിരിക്കും. അപ്പം ജസ്റ്റ് as Christ has accepted us. ചിലപ്പോൾ നമ്മുടെ കൂട്ട സഹോദരങ്ങള് മീറ്റിംഗിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കാം, എങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഉറക്കം അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആ സഹോദരനെ അക്സെപ്റ്റ് ചെയ്യും. ശരിയാണ്, ചില കുറവുകളുള്ള ചില സംസാരിക്കുമ്പോൾ എടുത്തു പിടിച്ചോ, വെട്ടാൻ പരിപാടി കുത്താൻ പരിപാടി ഡൗട്ട് തോന്നുന്ന രീതിയിലുള്ള ചില സംസാര രീതികളൊക്കെ കാണുമ്പോഴും നമ്മള്
സഹോദരൻ അങ്ങനെയാണ്. ശരിയാണ്, സഹോദരൻ ദൈവം നാട്ടിക്കൊണ്ട് വരും. പക്ഷെ എങ്കിലും അക്സെപ്റ്റ്. ഇപ്പൊ ഒരു വിരല്, ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? 5 വിരൽ. 5 ഒരുപോലെയാണ് ഇരിക്കുന്നത്. 5 പോലെ ഇരിക്കുന്നത്. തള്ളവിരൽ പോലെയാണ് കുഞ്ഞൻ വിരൽ ഇരിക്കുന്നത്. അല്ല, നടുവിരല് അതുപോലെ അല്ല. 5 പോലെ എന്ന് പറഞ്ഞതുപോലെ നമ്മള് 5 വ്യക്തികൾ എടുത്ത നമ്മള് അഞ്ച് 5 വ്യക്തികളെടുത്ത 6 സ്വഭാവം എന്ന് പറയുന്നത്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളാണ് നമുക്കുള്ളത്. അമ്മയെ തിരയിലെ 2 വർഷം എന്ന് പറയുന്നത് ആൾക്കാർക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പല. അപ്പം നമ്മള് ശരിയാ, നമുക്ക് അവരോട് എല്ലാവരോടും ചെന്ന് നമ്മൾ യോജിക്കുക. നിങ്ങളും എല്ലാം പറയുന്നതെല്ലാം ഞാൻ യോജിക്കുന്നു, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നത്. ശരിയാ, നമുക്ക് ദൈവത്തിൻ്റെതായ ആ ഒരു വചനപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് യോജിക്കാൻ പറ്റത്തുള്ളൂ. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് യോജിക്കാം. നമുക്ക് മനസാക്ഷിയിൽ ഏറ്റവും നല്ലത്, ഏറ്റവും അത് ബോധ്യമുള്ള കാര്യം നമുക്ക് യോജിക്കണം, എഗ്രി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ വ്യക്തികളെ നമുക്ക് എന്ത് ചെയ്യാം? ശരിയാ, പല ജാതി, മത, വർഗ, വർണ്ണ, ഭേദലിംഗ വ്യത്യാസമില്ലാതെ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിരിക്കും. ചിലപ്പം ചില സുവിശേഷ വിരോധികളായിട്ടുള്ള സഹോദരങ്ങൾ, ചിലപ്പം ഭയങ്കര ഭയങ്കര അക്രമാസക്തരായിട്ടുള്ള ആൾക്കാര്, അതുപോലത്തെ പല കാര്യങ്ങൾ. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഓണർ ഓവർ മെൻ എന്ന് പറയുന്ന ഒരു വാക്യം എവിടെ ഉള്ളേ? 1 പത്രോസ് 2:17 വായിച്ചിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും, നമ്മളിപ്പോ എല്ലാവരും ചെന്ന് മുട്ടുകൂത്തി നമസ്കരിച്ച് ബഹുമാനിക്കണം ആ ഒരു അർത്ഥത്തിലൊന്നും അല്ല. മറിച്ച് ഒരു ബഹുമാനം, ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവസാദൃശ്യം സൃഷ്ടിക്കുക. ശരിയാണ്, ഒരു ക്രിമിനലായിരിക്കും, പക്ഷെ ദൈവസാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ്. അപ്പൊ അവരും ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ബഹുമാനം. ഒരു നമ്മൾ ചിലപ്പം ഈ ചിലരാണെങ്കിൽ ചില ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ 1 പത്രോസ് 2:17 കിട്ടിയോ, എല്ലാവരെയും ബഹുമാനിക്കുകയും, അത് ദൈവത്തിന്റെ വചനമാണ്. ഇപ്പൊ നമ്മള് ചിലരെ കുറിച്ച് ഒരു വേണ്ടാത്ത രീതിയിലുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചോ, അവന് ഒരു യൂസ്ലെസ് ആണ്, അല്ലെങ്കിൽ അവനൊരു കഴിവുകെട്ടവനാണ്, അവൻ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു പദം ചിലപ്പം നമ്മള് ചിലരെ കുറിച്ചൊക്കെ അവിശ്വാസികളായിരിക്കും, അവർ ദൈവത്തെ അറിയാത്തവരായിരിക്കും, അവർക്ക് പല കുറവുകളും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. എന്നാൽ എല്ലാവരെയും ബഹുമാനിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ദൈവസാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന നിലയിലുള്ള ഒരു ബഹുമാനം. സഹോദരവർഗത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും രാജാവിനെ ബഹുമാനിക്കുകയും ദൈവസാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് എന്നുള്ള വാക്ക് എവിടെ വായിക്കുന്നത്? ഇതിന് തൊട്ട് മുമ്പ് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുവാണെങ്കിൽ യാക്കോബ് 3:9 എന്താ പറയുന്നേ? യാക്കോബ് 3:9 അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരേ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന എന്നൊക്കെ പറഞ്ഞ വലിയ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എന്നാൽ അതേ നാവ് എടുത്തുകൊണ്ട് നിനക്ക് ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലെന്നോ, അല്ലെങ്കിൽ നശിച്ചു പോകട്ടെ എന്ന്, പണ്ടാരം അടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ആൾക്കാരുടെ വാക്കുകളൊക്കെ വരും. നിഘണ്ടുവിലില്ലാത്ത വാക്കുകളൊക്കെ, അൺപാർലമെന്ററി വേർഡ്സ് ഒക്കെ വരും. അപ്പൊ അതാ പറയുന്ന ആ ഒരു 9ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ ചിലപ്പോൾ നമ്മൾ അവരുടെ മുമ്പ് വെച്ച് പറയത്തില്ലായിരിക്കും, മുമ്പ് വെച്ച് പറയാൻ നമ്മൾ ധരിച്ചില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഹൃദയത്തിലായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തിപ്പോഴായിരിക്കും. അപ്പൊ ആ ഒരു ശാപവാക്കുകളുടെ ഒരു നമ്മുടെ അവരെ ശരിയാ കുറവുള്ള മനുഷ്യന്. അപ്പൊ ചിലപ്പോൾ നമ്മളെ പറ്റിച്ചിട്ട് പോയ ആൾക്കാർ കാണും. പക്ഷെ ഈ അക്സെപ്റ്റൻസ് ചിലപ്പോൾ നമ്മളെ ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഒരു സഹോദരി ഫോണിൽ വിളിച്ചതിൽ ചീത്ത വിളിച്ച കാര്യം പറഞ്ഞത്. ശരിയാണ്, പല സ്ത്രീയും അവരങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ എന്താ അവര് കേട്ടിട്ടുള്ളവരാണെങ്കിൽ അവർ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞത് ഞാൻ ഈ കത്താനിലേക്ക് വന്നതുകൊണ്ട്, ഒരു ഹൈന്ദവ മാർഗം ഉപയോഗിച്ച് കത്താനിലേക്ക് വന്നതുകൊണ്ട് അവർക്ക് ഉണ്ടായ വലിയ ദുഃഖത്താൽ, വലിയ വേദനയാൽ എന്നെ വിളിച്ചങ്ങ് ശകാരിച്ചത്. അങ്ങനെയാണ് നിങ്ങൾ മതത്തെ വിട്ട് ഇങ്ങനെയൊക്കെ പോയി നിങ്ങൾ നാട്ടിനെ നശിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാധാരണ ആ സഹോദരിയുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു സംഘർഷം, എത്രമാത്രം ഒരു സംഘർഷം ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് വേണമെങ്കിൽ അങ്ങ് ഫോൺ കട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ അത് കേട്ടോണ്ടിരുന്നെന്ന് പറഞ്ഞാല് അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു എല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇവരത് ഇപ്പൊ സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഛർദ്ദിക്കാൻ തോന്നുവാണെങ്കിൽ അത് നിങ്ങളുടെ മടിയിൽ ഛർദ്ദിക്കുന്നത് ബെറ്റർ, വേറെ എവിടെയെങ്കിലും പോയി ഛർദ്ദിക്കുന്നതിനേക്കാൾ എന്ന് പറയുന്നത്. ഇവർ ഈ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഛർദ്ദിക്കുന്നതിനെക്കാട്ടിട്ട് എന്നൊക്കെ കേൾക്കണം, കുറച്ച് ചെവിയിൽ പനി വെച്ചതാണ് ഇരുന്നാൽ മതി. ചിലപ്പോൾ പിന്നെ അവർ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ സമയം കിട്ടില്ല. പക്ഷെ എങ്കിലും ഇവർ വാട്സാപ്പിൽ കുറച്ചുകൂടി ഛർദ്ദിച്ചു. ഞാൻ ബ്ലോക്ക് ചെയ്യാനൊന്നും പോയില്ല. ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു വാശി കൂടി വേറെ എന്തെങ്കിലും കൂടെ ഇനിയും പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പിന്നെ ഉള്ളിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള, ശരിക്കും പറഞ്ഞാൽ ഈ എക്സോജനസ് ശരിയാണ്, അവർക്ക് ചില വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ
സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും പറയാനൊക്കെ തോന്നുന്നു. ദി എക്സ്പെർട്ട് വി ഡു നോട്ട് എഗ്രി വിത്ത് നമ്മൾ അവരോട് അംഗീകരിക്കണമെന്നല്ല, പക്ഷെ ദി എക്സ്പെർട്ട് എന്ന സ്ഥിതി അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ എങ്ങനെ കർത്താവ് നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു, കർത്താവ് നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഉറപ്പുള്ളപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും ആ ഒരു ഭദ്രത, ആ ഒരു സുരക്ഷിത ബോധം, അത് അതിലേക്ക് ഞാൻ വരാം. നമ്മൾ തിരിച്ച് 131 സങ്കീർത്തനത്തിലേക്ക് വരാം. 131 സങ്കീർത്തനം അവിടെ 3 വാക്യം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ എടുത്തിട്ട് വായിച്ചു തീർക്കാൻ പറ്റിയില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം 131 സങ്കീർത്തനം 2ാമത്തെ വാക്യം ഇത് ഇങ്ങനെ പോയി ഈ സമയത്ത് വേറെ 119 സങ്കീർത്തനം എടുക്കാൻ ഭാഗ്യം. ഏറ്റവും കുറഞ്ഞ ഏറ്റവും ചെറിയ സങ്കീർത്തനം വായിച്ചു തീർക്കാൻ എത്ര സമയം എടുക്കുന്നു? 119 പോയാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇരിക്കാനേ പറ്റത്തുണ്ടായിരുന്നു. അപ്പൊ 131 സങ്കീർത്തനത്തിന്റെ 2ാമത്തെ വാക്യം, ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാകും. മൈ സോൾ ഇസ് ലൈക്ക് എ വീൻ ചൈൽഡ്. നമ്മുടെ പീഡിയാട്രിക്സിൽ വീനിങ് പറയുന്നത് പാലുകൂടി മാറി ബാക്കി ഖരാഹാരങ്ങൾ പാലുകൂടികളുടെ കൂടെ ഖരാഹാരങ്ങളുടെ കൂടെ കഴിക്കുന്ന ആ വീനിങ് അല്ല, മറിച്ച് ഒരു ഫുള്ളോട് പാല്, ഒരു കുഞ്ഞാണെങ്കിലും പാല് കുടിക്കുന്ന കുഞ്ഞ് അമ്മയുടെ പാല് മൊത്തം കുടിച്ച് അത് സ്വസ്ഥതയോടെ വിശപ്പടങ്ങി ഒരു ഫുള്ളോട് നമ്മള് കുഞ്ഞുങ്ങൾ കിടന്ന് അതേ ഫുള്ളോട് ആയി, അതുകൊണ്ട് അതേ കിടന്ന് ഇറങ്ങുന്ന കണ്ടില്ലേ അവര് ആ പാല് കുടിക്കുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് ഭദ്രതയോടെ വളരെ സ്വസ്ഥതയോടെ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങും. അപ്പൊ അങ്ങനെ ഇവിടെ ആരും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഇവിടെ നമ്മൾ വളരെ ജാഗ്രതയോടെ വചനം കേൾക്കണം. അപ്പൊ എന്താ ആ ഒരു ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല്, ദൈവവചനത്തെയാണ് നമ്മൾ പാലിനോട് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമ്മള് 1 പത്രോസ് 2:2, 3 വാക്യങ്ങളില് ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ദൈവവചനമാകുന്ന പാല്, ദൈവവചനമാകുന്ന ഭക്ഷണം നമ്മൾ അവിടെ ഭക്ഷിച്ചു എന്ന് വെച്ചാൽ കർത്താവിൽ നിന്ന് കേട്ട്, നമ്മൾ ചിലപ്പോൾ വചനം വായിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കർത്താവിൽ നിന്ന് കേൾക്കുന്നില്ലായിരിക്കും. ഞാൻ സംസാരിക്കുന്ന വാക്യങ്ങൾ ആത്മാവും ജീവനുമാണെന്നാണ് കർത്താവ് യോഹന്നാൻ 6:63 വാക്യത്തിൽ പറയുന്നത്. എന്നുവെച്ചാൽ ആത്മാവും ജീവനുമാകുന്ന വാക്യങ്ങളാണ് കർത്താവ് പറയുന്നത്, ജീവന്റെ മൊഴികളാണ്. നമ്മൾ വചനം വായിക്കുമ്പോഴാകട്ടെ, ഈവൻ നമ്മള് പല അടുക്കളയിൽ ചിലപ്പോൾ ജോലി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പാടത്തോ പറമ്പത്തോ ഓഫീസിലോ ഫാക്ടറിയിലോ ഹോസ്പിറ്റലിലോ ഒക്കെ നമ്മൾ ജോലി ചെയ്യോ ഡ്രൈവ് ഒക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ നമ്മള് കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യേശുവിനെ കേൾക്കുമ്പോൾ അവിടെ വചനമാകുന്ന പാല്, വചനത്തെ പാലിനോട് ഖരാഹാരത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ കോണ്ടെക്സ്റ്റിൽ കുഞ്ഞിനോടുള്ള ഒരു കുഞ്ഞിന്റെ ഭദ്രതയോടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ പാലെന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്മൾ ഭക്ഷണമൊക്കെ ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ മെസൻട്രിക് സർക്കുലേഷൻ കൂടും. അതായത് കുടലിലേക്കുള്ള രക്തയോട്ടം ഒക്കെ കൂടുമ്പോഴത്തേക്കും ബ്രെയിനിലുള്ള രക്തയോട്ടം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നന്നായിട്ട് ഉറക്കം വരും. അതിലെ നമ്മൾ ഉച്ച ഉറക്കം എന്നൊക്കെ പറയുന്നത്. ദഹനത്തിനായിട്ട് രക്തയോട്ടം കൂടുതൽ കുടലിലേക്ക് പോകുമ്പോഴത്തേക്കും തലച്ചോറിലെ രക്തയോട്ടം പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും എന്ന് പറഞ്ഞതുപോലെ വചനമാകുന്ന വചനം നമ്മൾ കർത്താവിൽ നിന്ന് കേട്ട് അവളെ നമ്മൾ കേട്ട ആ ഒരു ദൈവത്തിന്റെ വചനത്തിൽ നമ്മളങ്ങ് അഭിരമിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുമ്പോൾ അവിടെ ഒരു നമ്മുടെ പ്രാണനെ കർത്താവ് ഇങ്ങനെ പരിശുദ്ധാത്മാവ് താലോലിച്ച്, ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് എന്ന് പുതിയ ഉടമ്പടിയുടെ ആത്മാവിൽ നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നത്. ഷുവർലി കമ്പോസ്ഡ് ആൻഡ് ക്വയറ്റഡ് മൈ സോൾ ലൈക്ക് എ വീൻ ചൈൽഡ് press against his mother. My soul is like a weaned child within me. നമ്മളുടെ ഹൃദയം അതുപോലെ ഒരു സ്വസ്ഥതയിലാണ്. ആ ഒരു കർത്താവിന്റെ അംഗീകാരത്തില് കർത്താവ് നമ്മളെ അംഗീകരിച്ചിരിക്കുന്നത്, കർത്താവ് നമ്മളെ ഏറ്റെടുത്തിരിക്കുന്നത്, കർത്താവിന്റെ ആ ഒരു സുരക്ഷിതത്വ ബോധം, ആ ഒരു ഭദ്രത, ആ ഒരു സെക്യൂരിറ്റി ആൻഡ് അക്സെപ്റ്റൻസിന്റെ ഒരു ബോധ്യം. അത് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലേ ഇന്നു മുതൽ ഇസ്രായേലേ ദൈവജനമേ. ഇന്ന് ആരാ ഇസ്രായേൽ? ഇന്ന് സ്പിരിച്വലിസ്റ്റിന്റെ ആത്മീയ ഇസ്രായേൽ സഭയാണ്. ഇസ്രായേൽ നമ്മൾ ഓരോരുത്തരും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഏലോഹിം എന്നുള്ളതിന് ദൈവത്തിന്റെ വാക്ക്, ഏൽ എന്ന് പറയുന്ന ഏലോഹിം എന്നുള്ള വാക്ക്. താറ എന്ന് പറഞ്ഞാല് ശക്തി പ്രവീണ. അത് ഇസ്രായേൽ എന്നുള്ള ആ വാക്കിന് വന്ന പ്രിൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രഭു, ദൈവം, ഗോഡ് പ്രൊവീൽസ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥമായിട്ട് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തില് യാക്കോബിനെ ഇസ്രായേൽ എന്നുള്ള പേര് കൊടുക്കുമ്പോൾ ആ ദൈവത്തോടുകൂടി ശക്തിയുള്ളവൻ, ദൈവത്തിന്റെ പ്രഭു, ദൈവത്തിന്റെ രാജകുമാരനുള്ള അർത്ഥത്തിലുള്ള ആ ഒരു ഇസ്രായേലി, ദൈവത്തിന്റെ ശക്തിയുള്ളവൻ ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. നമ്മൾ മനുഷ്യരിൽ പ്രത്യാശ വെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങളിലൊക്കെ പ്രത്യാശ വെക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കുമായിരിക്കും, ഇതിങ്ങനെ സംഭവിക്കുമായിരിക്കും. അപ്പോഴാണ് നമുക്ക് നിരാശയും ദേഷ്യവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പക്ഷെ ശരിയാണ്, എന്റെ പ്രത്യാശ ഞാൻ
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെങ്കിലേക്കാകുന്നു ഞാൻ ഇങ്ങോട്ടെ കണ്ണുകൾ ഉയർത്തുന്ന ഇത് 121 സങ്കീർത്തനത്തില് എന്റെ തൊട്ട് 131 നമ്മൾ 121 പോവുകയാണെങ്കിൽ ഞാൻ അതിനെ വായിച്ച് കൺക്ലൂഡ് ചെയ്യാം. 121 സങ്കീർത്തനത്തിന്റെ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ആ ഒരു ID കാർഡ്. യേശു സ്നേഹിച്ച ശിഷ്യൻ, യോഹന്നാൻ 13:23 അങ്ങനെ ഒരു 5 അവിടെ ഞാൻ ആ വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ റെഫറൻസ് ഒക്കെ പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5 തന്നെ ID കാർഡ് എടുത്ത് കാണിക്കുന്ന യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 13:23, പിന്നെ 19:26, 20:2, 21:7, പിന്നെ 21:20 വാക്യം. 5 പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ ഈ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ID കാർഡ് എടുത്ത് കാണിക്കണം. ഞാൻ ഇന്നയാള് അതുകൊണ്ടൊക്കെ യോഹന്നാൻ ഇടയ്ക്കിടയ്ക്ക് ID കാർഡ് എടുത്ത് കാണിക്കുകയാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ, ആ ഒരു ഭദ്രത, ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി. കർത്താവ് തന്നെ ബാക്കി ബാക്കി ടീച്ചർമാര് എന്നെ അംഗീകരിച്ചിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എന്നെ അംഗീകരിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകര്, ബന്ധുക്കളോ, എന്റെ ചില ബന്ധുക്കള്, അല്ലെങ്കിൽ എന്റെ ചില സുഹൃത്തുക്കള്, അവര് അയ്യോ എന്നെ കുറിച്ച് ഇങ്ങനെയാണല്ലോ പറയുന്നത്, അവരെന്നെ കളിയാക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇത് സ്നേഹിച്ച ശിഷ്യൻ കർത്താവിനെ അംഗീകരിച്ചു, കർത്താവിനെ സ്നേഹിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിന്റെ പിതാവ് നൽകിയ ഒരു ID കാർഡ്. ഇന്നലെ ഞങ്ങളിപ്പം ദിവസമായിട്ട് ഫാമിലി പ്രയറിലെ അച്ഛനും അമ്മയും കൂടെ വിളിച്ചിരുത്തി മത്തായിയുടെ സുവിശേഷം മുതൽ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വായിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ പിന്നെ അഥവാ ഉറങ്ങാനായിട്ട് ഭാവിച്ചാലും നമ്മുടെ കുഞ്ഞുണ്ണി അതായത് പ്രാർത്ഥന വേദി എന്ന് അപ്പനെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് ഇരുത്തും. അപ്പൊ ഇന്നലെ ഞങ്ങളുടെ പോർഷൻ ഇതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന് അവസാനത്തെ ഇന്നലത്തെ പോർഷൻ അതല്ലായിരുന്നു. ഇന്നലത്തെ പോർഷൻ 4-ന്റെ അവസാനമായിരുന്നു. പക്ഷെ 2-3 ദിവസം മുമ്പ് മത്തായിയുടെ സുവിശേഷം 3-ന്റെ അവസാനം എന്താ, സ്നാനജലത്തില് പിതാവിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. അത് കർത്താവ് നമ്മളെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ശരി, നമ്മളിൽ ഒത്തിരി കുറവുകളുണ്ട്. എന്നാൽ കർത്താവ് നീതീകരിച്ചിരിക്കുന്നു, നമ്മളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. മത്തായി 3:17, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പല കാര്യങ്ങളൊക്കെ ഇനിയും മാറാനുള്ളതായിട്ടുണ്ടായിരിക്കും. ഐ ആം കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. അതെവിടെ പറയുന്നേ? കൊളോസ്യർ 2:9 വാക്യം. 2:9 10 ഞാനൊന്ന് നോക്കിക്കോട്ടെ. നമുക്ക് പെട്ടെന്ന് കൊളോസ്യരിലോട്ട് പോവാം. കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 വാക്യം. യു ഹാവ് ബീൻ ഫോർ ഇൻ ഹിം ആൻഡ് ഇൻ ഹിം യു ഹാവ് ബീൻ മെയ്ഡ് കംപ്ലീറ്റ്. അവനിലല്ലോ 10 വാക്യം. അതെ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. മോശക്കാരനായിട്ടുള്ള ആരെങ്കിലും അല്ല, മറിച്ച് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയായിട്ടുള്ള ക്രിസ്തുവില്, ഹു ഇസ് ദ ഹെഡ് ഓഫ് ഓൾ റൂൾ ആൻഡ് അതോറിറ്റി, അവനില് ഞാൻ പരിപൂർണയായിരിക്കുന്നു. ഐ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്, ഐ എം ജസ്റ്റിഫൈഡ്. ആ ഒരു കാര്യം നമ്മളെപ്പോഴും പറയാറുള്ളത് റോമർ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും പറയുന്ന ഒരു വാക്ക് ജസ്റ്റിഫൈഡ്, നീതീകരിച്ചിരിക്കുന്നു. അതൊക്കെ നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളും പല ന്യൂനതകളും ഒക്കെ കാണും. പക്ഷേ കർത്താവിന്റെ രക്തത്താല്, കൃപയാല്, വിശ്വാസത്താൽ, 3 കാര്യങ്ങൾ അവിടെ റോമർ 3, 4, 5 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നേ. നമ്മളെ കൃപയാൽ, വിശ്വാസത്താൽ, കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുക. ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ്, ബൈ ഹിസ് ഗ്രേസ്, ബൈ ഫെയ്ത്ത്, നമ്മളവിടെ വായിക്കുന്നു. നമ്മള് കർത്താവിലേക്ക് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ, ജസ്റ്റ് ആസ് വി ആർ, നമ്മളിപ്പോ അഭിനയിച്ച മുഹമ്മൂടിയിൽ നിന്നും കർത്താവിന്റെ ഇടയിലേക്ക് വരാനൊക്കത്തുമില്ല, എന്നിട്ട് കാര്യവുമില്ല. എന്നാൽ നമ്മളായിരിക്കുന്ന അവസ്ഥ ശരിയാ, ദൈവമേ എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് പല കുറവുകളുണ്ട്, പല പ്രയാസങ്ങളുണ്ട് എന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ജസ്റ്റ് വിതൗട്ട് വൺ പ്ലീ നമ്മൾ ആ പാട്ടി പാടുന്ന പോലെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അങ്ങനെ ഇടയ്ക്കിലേക്ക് വരുന്നു. ഇപ്പൊ കർത്താവ് പറഞ്ഞ ഐ ഹാവ് അക്സെപ്റ്റഡ് യു, ഐ ലവ് യു. പിന്നെ ഇടയ്ക്കിൽ വരുന്നതിനെ ഞാൻ പിന്നാണ് തള്ളിക്കളയിൽ ഉപേക്ഷിക്കുകയില്ല. യോഹന്നാൻ 6:37 വാക്യം. ആ ഒരു കുഞ്ഞുങ്ങളുടെ റൂമിൽ അവിടെ ഞങ്ങൾ എഴുതി വെച്ചിട്ടുള്ള വാക്യം ഏതാ? ജോൺ 6:37. എന്താ? ദ വൺ ഹു കംസ് ടു മീ ഐ വിൽ നെവർ കാസ്റ്റ് ഔട്ട്. തള്ളിക്കളയത്തില്ല. നമ്മൾ കർത്താവിലേക്ക് വന്നാൽ മതി. കർത്താവ് നമ്മളെ എന്നെ അക്സെപ്റ്റ് ചെയ്ത്, നമ്മൾ ചതഞ്ഞ ഉടയുടെ അവസ്ഥയിലായിരിക്കാം, പുകയും തിരിയുടെ അവസ്ഥയിലായിരിക്കുന്ന കർത്താവ് നമ്മളെ തള്ളിക്കളയുകയില്ല. അവിടെ നമ്മളെ ജയത്തോളം നടത്തും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധാത്മാവിനായി ഒരു സെൻസ് ഓഫ് അക്സെപ്റ്റൻസും സെക്യൂരിറ്റിയൊക്കെ
ഒരു വെളിപ്പാടായിട്ട് നൽകേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ സ്വതന്ത്രമാകും. ദൈവം നമ്മളെ നമ്മളെ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്, നമ്മളെ ഭയങ്കര അതിശയകരമായിട്ട് ദൈവം മെനഞ്ഞിരിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് സങ്കീർത്തനം 139 16-17 വാക്യങ്ങളിൽ വായിക്കുന്നത്. അതുപോലെ നമ്മളുടെ ജനറ്റിക് മേക്കപ്പ്, നമ്മളുടെ ചില ശരീരത്തില് ചിലർക്ക് പെട്ടെന്ന് രോഗം ഉണ്ടാകുന്ന ശരീരമായിരിക്കും, ചിലർക്ക് ചില അലർജികൾ കാണും, ചിലർക്ക് ചില നടുവേദനയോ അതുപോലെ പല പ്രയാസങ്ങളോ അങ്ങനെയുള്ള രോഗാതുരമായ ചില ശരീരഘടനയോ അങ്ങനെയൊക്കെയുള്ള ചില ജനറ്റിക് മേക്കപ്പോ പാരമ്പര്യ ഘടകങ്ങളോ ഒക്കെ കാണാം. പക്ഷെ കർത്താവ് ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ആൻഡ് താങ്ക്ഫുൾ. താങ്ക് യു ഫോർ മേക്കിംഗ് മീ. താങ്ക് യു ഫാദർ ഫോർ മേക്കിംഗ് മീ എന്നൊരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് അവിടെ സൃഷ്ടിക്കുന്നത്. ശരിയാ, നമുക്ക് ചില കുറവുകൾ നമ്മള് ബാക്കിയുള്ളവരോട് അത്രയും വലിയ കഴിവുള്ള താരങ്ങളൊന്നും നമുക്ക് കാണത്തില്ല. ചിലപ്പോൾ നമുക്ക് പാടാൻ അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ നമുക്ക് വലിയ വലിയ താലന്തുകളോ വലിയ പ്രസംഗചാതുരിയോ വലിയ ജ്ഞാനമോ വലിയ ഓർമ്മയോ ഒന്നും കാണത്തില്ല. പക്ഷെ കർത്താവേ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വരുമ്പോൾ എന്നിലെ സന്തോഷിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഒരു 2 വാക്യം കൂടെ പെട്ടെന്ന് വായിക്കാം. സെഫന്യാവ് 3:17 എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാ, മിക്കവർക്കും അറിയാവുന്ന വാക്യങ്ങളാ എന്നാണ് എന്റെ വിശ്വാസം. സെഖര്യാവിന് മുമ്പ് സെഫന്യാവ് 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നേ? നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്നെ മധ്യയിരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. ദൈവം നമ്മളിൽ ആനന്ദിക്കുന്ന കാര്യം പറയുന്നത്. ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നവരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? യു റിയലി ബിലീവ് ദാറ്റ് ജീസസ് ഇസ് റിജോയ്സിങ് ഓവർ യു വിത്ത് ഷൗട്ട്സ് ഓഫ് ജോയ്? നമ്മള് കാപട്യത്തിലും പാപത്തിലും ഒക്കെ അങ്ങ് മാനസാന്തരപ്പെടാതെ തുടർന്ന കർത്താവിന് വേദനയാണ്. പക്ഷെ നമ്മൾ സത്യസന്ധതയോടെ വെളിച്ചത്തിലേക്ക് വരുക. നമ്മൾ തികഞ്ഞവരായിട്ടില്ല, പൂർണ്ണരായിട്ടില്ല, പക്ഷെ നമ്മളൊരു കാപട്യമില്ലാതെ ദൈവമുമ്പാകെ കർത്താവ് ഞാൻ ഇങ്ങനെ ആ ഒരു തുറന്ന ഹൃദയത്തോടെ മനസാന്തരത്തോടെ നമ്മൾ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവം നമ്മുടെ പാപത്തിൽ തുടരണമെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ മറുതലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളിൽ വിഷമേ ഉള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഉള്ള അവസ്ഥയിൽ നമ്മൾ മനം തിരിഞ്ഞ കർത്താവേ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വായിക്കുന്നത്? അവൻ അതിന്റെ അവസാനം എന്താ വായിക്കുന്നത്? ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. ഹി വിൽ റിജോയ്സ് വിത്ത് ഷൗട്ട്സ് ഓഫ് ജോയ്. വലിയ ആനന്ദഘോഷം. എന്തോ ആനന്ദഘോഷം! എന്നിൽ കർത്താവ് സന്തോഷിക്കുക. നമുക്ക് ആ ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളുടെ സ്വർഗത്തില് വലിയ ഘോഷം, ആനന്ദഘോഷം. അപ്പൊ ഗബ്രിയിലും മൈക്കിലും എല്ലാം കൂടെ അയ്യോ ദൈവമേ എന്തുവാ ഇത്ര വലിയ, എന്തോ ആരുടെ ബർത്ത്ഡേയാ? ഇതെന്റെ മകനെ ഞാൻ അങ്ങ് സന്തോഷിക്കുക, എന്റെ മകളില് ഞാനങ്ങ് ആർത്തുല്ലസിക്കുക എന്ന് പറയുന്ന ഒരു പിതാവിന്റെ സ്നേഹം. ചിലപ്പം ദൈവം അങ്ങ് ആ സ്നേഹത്തിൽ മിണ്ടാതെ ഇരിക്കുന്നു, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. അതിലെ എനിക്ക് ലിവിംഗ് ബൈബിളിന്റെ പാരഫ്രൈസ് പലപ്പോഴും സാൻഡ് പറയാനുള്ളത്, ഹി ഈസ് സൈലന്റ്ലി പ്ലാനിങ് ഫോർ us in love. മിണ്ടാതിരിക്കുന്നു പറയുമ്പോൾ അവിടെ സൈലന്റ് ആയിട്ട് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന കർത്താവ്. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താന്ന് പറഞ്ഞത് യെശയ്യാവ് 62:5. അവിടെ ദൈവം നമ്മളിൽ സന്തോഷിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ എന്നുള്ളൊരു കാര്യം. യെശയ്യാവ് 62:5 യൗവനക്കാർ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ തന്നെ വിവാഹം ചെയ്യും. മണവാളൻ, എന്റെ ലാറ്റപ്പാട്ടിലെ മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ, ഒരു ന്യൂലി വെഡ് അല്ലെങ്കിൽ ആ ഒരു എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ബ്രൈഡ് ഗ്രൂം ഇസ് റിജോയ്സിങ് ഇൻ ദ ബ്രൈഡ്. എന്റെ മണവാട്ടി, എന്റെ കാന്തയായവൾ. അത് മണവാളൻ. ഇപ്പൊ ഈ ഭൂമിയിലെ വലിയ വലിയ സന്തോഷങ്ങളെയൊക്കെ കമ്പയർ ചെയ്തിട്ട് ഒരു മണവാട്ടിയിലുള്ള സന്തോഷത്തിന്റെ ഒരു എക്സാമ്പിള് പരിശുദ്ധാത്മാവ് എടുത്ത് പറയുക. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ആൻഡ് ആസ് ദ ബ്രൈഡ് ഗ്രൂം റിജോയ്സസ് ഓവർ ദ ബ്രൈഡ്, സോ യുവർ ഗോഡ് വിൽ റിജോയ്സ് ഓവർ യു. നമ്മളിൽ സന്തോഷിക്കുന്ന ഒരു കർത്താവ് നമ്മളെ മാനസാന്തരത്തോടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന ഒരു കർത്താവിന്റെ ഈ ദൈവ സ്നേഹമൊക്കെയാണ് നമ്മുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. നമ്മളെ യഥാർത്ഥത്തിലൊരു കർത്താവിന്റെ വചനം അനുസരിക്കുന്ന, ക്രൂശെടുത്ത് സ്വയം ജീവിതം മരിച്ച് കർത്താവിനായിട്ട് ജീവിക്കാൻ നമുക്ക് ശക്തി നൽകുന്ന ഈ സ്നേഹമാണ്. ആ സ്നേഹത്തിലെ വെല്ലുവിളുവാൻ കർത്താവിലുള്ള ഒരു പാലുകൂടിയൊക്കെ കഴിഞ്ഞ് തന്റെ പ്രാണനെ മിണ്ടാതെ പാലുവിളിച്ച് മിണ്ടാതെ ആക്കിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, അതുപോലെ കർത്താവിന്റെ വചനങ്ങളൊക്കെ ആവോളം ഭക്ഷിച്ച് കർത്താവിൽ തന്നെ അങ്ങ് മതിമറക്കുന്ന ഒരു സ്വസ്ഥത, ഒരു ഭദ്രത, ഒരു സുരക്ഷിതത്വ ബോധം, അത് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് നിരന്തരമായിട്ട് അത് അധികമായിട്ട് നൽകട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിന് മുമ്പാകെ ആ ഒരു വലിയ സ്വസ്ഥത കർത്താവിന്റെ മാർബോട് ചാരിയിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനെ പോലെ ഒരു സ്വസ്ഥത നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവില്
നമുക്ക് ആ ഒരു സ്വസ്ഥത യഥാർത്ഥത്തിൽ അനുഭവിക്കാനൊക്കെ ഉള്ളൂ. നമ്മൾ തന്നെ ഒരു പൂജ്യമായിട്ട്, സീറോ ആയിട്ട് ദൈവമുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവേ എന്റെ ഇഷ്ടമായിട്ടൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി, അവിടെ നിന്നല്ല എല്ലാം അവിടുത്തെ കൺട്രോളിലാണ്. എത്ര വലിയൊരു ഭദ്രത, എത്ര വലിയൊരു സ്വസ്ഥത! ആ ഒരു ഭക്തരുടെ വിശ്വാസ ജീവിതം പോലെ ഭദ്രമാം ജീവിതം വേറെ ഇല്ല. നമ്മൾ വേറൊരു പാട്ടിൽ പാടുന്ന പോലെ അത് ആ ഒരു ഭദ്രത, സുരക്ഷിത ബോധം, അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്ക് വലിയൊരു വിശ്വാസത്തോടെ, താഴെയുള്ള ഒരു സ്വസ്ഥതയോടെ, അമ്മയേകുന്ന സ്നേഹത്തെക്കാട്ടിലും എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവ് നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. യെരമ്യാവ് 31:3 നമ്മളത് വായിക്കുന്നുണ്ട്. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. കർത്താവിൽ നിന്ന് ഇന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവ് നമ്മളെ നോക്കി, എൻ്റെ മോനെ, എൻ്റെ മോളെ, ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്, എന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിക്കുന്നു എന്ന് യേശു കർത്താവ് നമ്മളോടായിട്ട് പറയുന്നൊരു വിഭസ്വരം നമ്മുടെ ആത്മാവിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അത് കേട്ടുകൊണ്ട് ആ ഒരു സ്വസ്ഥതയോടെ കർത്താവിനെ കൈക്കൊണ്ടിരിക്കുന്നു. ദ ലോർഡ് ഹാസ് അക്സെപ്റ്റഡ് മീ ജസ്റ്റ് ആസ് ഐ ആം. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ കർത്താവിനെ അംഗീകരിച്ചിരിക്കുന്നു, അവിടുന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു. കർത്താവ് എനിക്ക് വലിയ സുരക്ഷിതത്വ ബോധവും വലിയ ഭദ്രതയും വലിയ സ്വസ്ഥതയും സാന്ത്വനവും ഉണ്ട്. ഒരു വലിയ ഭദ്രതയോടെ കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞ മുഖത്തേക്ക് ഒരു അമ്മയുടെ മാർവിൽ ചാരി കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ സ്വസ്ഥതയോടെ കർത്താവിൻ്റെ മാർവിൽ ചാരി കർത്താവിനെ നോക്കി നമുക്ക് പാടാം. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, മയേടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നിന്നു ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാം, ഏകരക്ഷകൻ യേശുവിനാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ, നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരതിൽ വന്നിടുമേ. യേശുരാജന വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, സ്വർഗനാടതി യേശുവിനെ, നിത്യദേവമാം യേശുവിനെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ.
നിത്യസ്നേഹത്താലെ നമ്മെ സ്നേഹിച്ച ഒരു ആത്മസ്നേഹിതൻ, നമ്മളുടെ ഏതൊരു ഫ്രണ്ടിനെക്കാട്ടിലും ഏതൊരു ബെസ്റ്റ് ഫ്രണ്ടിനെക്കാട്ടിലും നമ്മോട് ഒഴുകി ചേരുന്നത് നമ്മളുടെ ആത്മസഖി പ്രാണസഖിയായ കർത്താവ്. അവിടെ നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു. അതെ, അവിടുന്ന് നമ്മൾ സന്തോഷിക്കുന്നു. ഒരു മണവാളൻ മണവാട്ടിയില് സന്തോഷിക്കുന്നത് പോലെ അവിടുന്ന് എന്നിൽ നമ്മൾ ഓരോരുത്തരിലും കർത്താവ് സന്തോഷിക്കുന്നു. വലിയ ജയഘോഷത്തോടെ, വലിയ ആർപ്പോടെ കർത്താവ് നമ്മൾ ഓരോരുത്തരിലും അത് ഒരു വിശ്വാസത്തിന് വചനമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നമ്മുടെ വലിയ ജയഘോഷത്തോടെ, വലിയ ആർപ്പോടെ, വലിയ സ്വർഗത്തിൽ തന്നെ എല്ലാവർക്കും അത്ഭുതം തോന്നുന്നു. അതില്ല കർത്താവ് സന്തോഷിക്കുന്നു. എൻ്റെ ഈ മകനിലാണ്, എൻ്റെ ഈ മകനിലാണ് എൻ്റെ സന്തോഷം. എന്നെ വീണ്ടെടുക്കാനായിട്ട് എന്തെല്ലാം പാടുപെട്ട എൻ്റെ കർത്താവ്, അവസാനം ഒരു പ്രൂവ് ചെയ്യാനായിട്ട് ചങ്കപ്പെടുന്നത് എൻ്റെ കർത്താവ്. ആ കർത്താവിന്റെ സ്നേഹം എന്നെ ആഴത്തുള്ള മാനസാന്തരത്തിലേക്ക്, സമർപ്പണത്തിലേക്ക് നയിക്കും. അധികമായിട്ടുള്ള താഴ്മയിലേക്ക്, നോക്കത്തിലേക്ക് നയിക്കും. അത് ഹൃദയം ഗർഭിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയില്ല. അത് കലങ്ങി മറിയുന്ന കടൽ പോലെ ചെറും ചെളിയെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടേക്കും. എന്നാൽ ഹൃദയം ഗർഭിച്ചിരിക്കാതെ, കാര്യങ്ങളോടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ, എന്റെ ബൗണ്ടറിക്കുള്ളില് വേറെ ആരുടെ പല കാര്യങ്ങളിൽ ഇടപെടുന്ന ബിസി ബോഡിയായിട്ട് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കാതെ, എന്റെ അവിടുന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഞാൻ അതില് കാര്യങ്ങൾ പുലർത്തുവാൻ നിൽക്കുവാണ്. അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, മറ്റവരെന്താ ഇങ്ങനെ ചെയ്യുന്നതിലേറെ പല പരാതി വെറുപ്പൊന്നും ഇല്ലാതെ കർത്താവിനുള്ളൊരു സ്വസ്ഥത, ആ സമാധാന പുരുഷൻ, സമാധാനമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ കർത്താവിന്റെ അനുഗ്രഹം അവിടുത്തെ അങ്ങോട്ട് കർത്താവിന്റെ പുസ്തകത്തിന്റെ അത് പറയുന്നത് ആ സമാധാന പുരുഷനാകുവാൻ, ആ സമാധാന സഹോദരിയാകുവാൻ ദൈവം നമ്മളെ ബുദ്ധിയും കളിക്കും. വലിയ സ്വസ്ഥതയോടെ, ഭദ്രതയോടെ, സുരക്ഷിതത്വത്തോടെ നമ്മുടെ മാർഗില് എല്ലാം മറന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ പലരും അവലാതിയില്ല. നാളെ എന്താകുമെന്നോ, നാളെ ഇനിയിപ്പം പാർക്കാൻ ഭവനം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ ക്യാഷ് കൊണ്ടുവന്നു, ആ കുഞ്ഞിന് ഹൃദയത്തിലില്ല. അത് വലിയ സ്വസ്ഥതയോടെ, ഭദ്രതയോടെ തോന്നി. അതുപോലെ വ്യവഹാരങ്ങൾ കർത്താവിന് വേണ്ടി ഇട്ടുകൊടുത്ത സ്വസ്ഥതയോടെ, ഭദ്രതയോടെ ആ പ്രാണന സ്വസ്ഥത കണ്ടെത്തുവാൻ നിങ്ങൾ എന്റെ മുമ്പോടുത്ത് നടന്ന് ഇതിൽ നിന്ന് പഠിച്ചാല് ഞാൻ സൗന്ദര്യം താഴ്മയും സൗന്ദര്യം ഹൃദയത്തിൽ താഴ്മയുള്ളവനാകിയാൽ നിങ്ങളുടെ പ്രാണന് ആശ്വാസം കണ്ടെത്തും. ആത്മാവിലുള്ള ആശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വലിയ സമാധാനം സാധ്യത പറഞ്ഞ കുഞ്ഞ് പ്രാണനിലും വന്ന് നിറഞ്ഞ് നിങ്ങളുടെ പ്രാണനുകൾക്ക് കർത്താവ് നമ്മളെ അനാപാവൂൾ ചെയ്യും. ഗോഡ് വിൽ ഗിവ് us rest, ആശ്വസിപ്പിക്കും. അമ്മ താലോലിച്ച് ഇങ്ങനെ ഓർക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് വചനങ്ങളെ, ആത്മാവും ജീവനുമാകുന്ന വചനങ്ങളെ എല്ലാം ഓർപ്പിച്ച് നമ്മളെ ആശ്വസിപ്പിക്കും, സ്വസ്ഥതയിലേക്ക് വരുത്തും. പല കലങ്ങി മറിയുന്ന പല സാഹചര്യങ്ങളോ പ്രക്ഷുബ്ധമായ പല അന്തരീക്ഷങ്ങളോ ഒക്കെ നമ്മളെ നേരിടാം. പിന്നെ അതിൻ്റെയൊക്കെ നടുവിന് യേശുവിന്റെ സാന്ത്വന വാക്കുകൾ നമ്മെ ആശ്വാസത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, വലിയൊരു ഭദ്രതയിലേക്ക്. യേശുരൻ, ജഷൂരൻ, ഇസ്രായേലിന്റെ ഓമന പേരായിട്ട് അപ്രൈറ്റ് വൺ എന്നർത്ഥമുള്ള ഒരു ഇസ്രായേലിനെ ഒരു ചെല്ല പേരായിട്ട്, ഓമന പേരായിട്ട് ദൈവം വിളിക്കുന്ന ഒരു പേര്. അതുപോലെ തന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചൊരു കർത്താവ്. നീ എന്നെ അറിയാതിരിക്കുക, ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. യെശയ്യാ 45:4 വാക്യത്തിൽ നിന്ന് പലപ്പോഴും മോഡ് സിസ്റ്റർ കോട്ട് ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിന്നെ അറിയാതിരിക്കുകയും നീ എന്നെ അറിയാതിരിക്കുക, ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കും. കർത്താവിനെ അറിയാതിരിക്കും. നാം കർത്താവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അവനെ ചെല്ല പേര് ചൊല്ലി, നമ്മുടെ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ്. സ്നേഹം അവിടത്തേക്ക് നമ്മുടെ വരാ. സ്നേഹാധിക്യത്തിൽ, ആ സ്നേഹാധികത്തില് നമുക്ക് മുങ്ങാം, നമുക്ക് അതിൽ തന്നെ ലയിക്കാം. കർത്താവിന്റെ സന്തോഷിക്കാം, സ്വസ്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം തന്നെ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ കർത്താവ് എപ്പോഴും ആയിരിക്കും ഞങ്ങളെ സഹായിക്കണമേ. വലിയൊരു സുരക്ഷിതത്വ ബോധം. അതെ, ലോകമെല്ലാം കലങ്ങി മറിയുമ്പോഴും പല പല യുദ്ധങ്ങളും, യുദ്ധശ്രുതികളും, വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും
ഒരു സ്വസ്ഥതയോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ആ സ്വസ്ഥതയോടെ കാര്യങ്ങളെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ, ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചുകൂടാനോ ഒന്നുമല്ല എന്ന കർത്താവെ, ആ ഒരു അങ്ങനെയുള്ള ഒരു സ്വസ്ഥത പ്രാപിച്ച് അവിടുത്തെ വലിയ ശക്തിയോടെ ജ്ഞാനത്തോടെ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഏറ്റവും കർത്താവെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ട് കഠിനാധ്വാനത്തോടെ ഞങ്ങളുടെ പഠനമാണെങ്കിലോ ജോലിയാണെങ്കിലോ അതെല്ലാം ചെയ്യാൻ തക്കവണ്ണം ഒരു സ്വസ്ഥത, ഒരു അമ്പലാപ്പിൽ ഓടുന്നുണ്ടെന്നും അതേപോലെ എന്തെങ്കിലുമൊക്കെ കലങ്ങൾ പറഞ്ഞ് ചെയ്യാനായിട്ട് മറിച്ച് അങ്ങനെ അറിയത്തെ പോലെ ആ സ്വസ്ഥതയോടെ നിന്ന് കേട്ട് ആ വലിയ ശക്തിയോടെ ആ ഒരു വലിയ ബലത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അത് കർത്താവെ ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴാവട്ടെ യാത്ര ചെയ്യുമ്പോഴാവട്ടെ പല പല കാര്യങ്ങളും പല പല ഉത്തരവാദിത്തങ്ങളും എല്ലാം ഞങ്ങൾക്കുണ്ട്. പല ബിസിയായിട്ടുള്ള പല പല കാര്യങ്ങളും ഒത്തിരി തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതും പലരോട് സംസാരിക്കേണ്ടതും പല കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ അതിന്റെയൊക്കെ തിരക്കിനിടയിൽ വലിയ സ്വസ്ഥതയോടെ അമ്മയുടെ മാർഗത്തിൽ ശാരീരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ആ പാലെല്ലാം കുടിച്ച് ഫുള്ളോടായിട്ട് വലിയ സ്വസ്ഥതയോടെ ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ കർത്താവിനെ ഇവിടുത്തെ വചനമെല്ലാം ഗ്രഹിച്ച് കർത്താവിന്റെ സാന്ദ്രവാക്കുകളെല്ലാം കേട്ട് വലിയ സ്വസ്ഥതയോടെ കർത്താവ് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ ദിവസവും ചെയ്യുവാനും നിങ്ങളെ സഹായിക്കണം. അത് കർത്താവ് ഞങ്ങൾ കാണുന്നവർക്ക് സമാധാനമുള്ള ഒരു സഹോദരൻ, സമാധാനമുള്ള ഒരു സ്വസ്ഥതയുള്ള ഒരു സഹോദരി ഇന്ന് അവർക്ക് ആ സൗകര്യം പരക്കേണ്ടതുപോലെ കർത്താവെ ഞങ്ങളെ അതുപോലെ സമാധാനം ഉണ്ടാക്കുന്നവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും. അതെ കർത്താവെ, നാം എവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും ഞങ്ങളുടെ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങള് എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാൻ നന്ദി കർത്താവെ, നന്ദി ഹല്ലേലൂയ, താങ്ക് യു പ്രൈസ്. സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, അവിടുത്തെ ആത്മാവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, അവിടുത്തെ കർത്താവെ നിറവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, വലിയ സുരക്ഷിതത്വത്തിനായിട്ട് വലിയ ഭദ്രതയ്ക്കായിട്ട് കർത്താവെ നന്ദി കർത്താവെ, നന്ദി നന്ദി യേശുവേ, നന്ദി ഹല്ലേലൂയ, പ്രൈസ് നന്ദി കർത്താവെ. അവിടുന്ന് തന്ന വചനത്തിനായിട്ട് സ്തോത്രം. ആ വചനം ഉറുമീന് ഫലം കായ്ക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ. അവിടുന്ന് ഞങ്ങളെ ജയാളികളായിട്ട് സമാധാനത്തിലെ ദൈവം സാത്താനെ ഞങ്ങളുടെ കാൽ കീഴിൽ ചതച്ചരയ്ക്കും. അതേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയുമ്പോൾ സാത്താനെ ഞങ്ങളുടെ കാൽ കീഴിൽ ചതയ്ക്കുവാൻ ഞങ്ങൾക്ക് അധികാരമുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അല്ല, പാപത്തെ ജയിപ്പാൻ, ലോകത്തെ ജയിപ്പാൻ, ജഡത്തെ ജയിപ്പാൻ, സ്വയജീവനെ ജയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മനുഷ്യമനം തേടാതെ അവിടുന്ന് ഞങ്ങളെ മാനിച്ചിരിക്കുന്നു എന്ന ഹൃദയത്തിൽ ഉറക്കുവാൻ ഞങ്ങളെ സഹായിക്കും. നന്ദി പ്രാർത്ഥനയോട് സ്തുതിക്കുന്നുള്ള വിശുദ്ധ വിലയേറിയും അതിലുള്ള നാട്ടിൽ തന്നെ ആത്മീയമാണ്.